എല്ലാവർക്കും ഒരിക്കൽ കൂടി കർത്തൃനാമത്തിൽ വന്ദനങ്ങൾ അറിയിക്കുന്നു. വളരെ വേഗം വചനധ്യാനത്തിലേക്ക് പ്രവേശിക്കാൻ പ്രാർത്ഥനയോടെ ദൈവസ്ഥാനത്ത് നിൽക്കുന്നു. നമ്മുടെ ഈ രാത്രിയിലെ വചന വിചിന്തനത്തിനായി വിശകലനത്തിനായിട്ട് ഒരു വേദഭാഗം വായിച്ച് സഹായിക്കുവാൻ ഞാൻ അപേക്ഷിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 27-ാം അധ്യായത്തിൻ്റെ 33-34 വാക്യങ്ങൾ. നേരം വെളുക്കാറായപ്പോൾ പൗലോസ് എല്ലാവരോടും ഭക്ഷണം കഴിക്കേണ്ടതിന് അപേക്ഷിച്ചു. നിങ്ങൾ ഒന്നും ഭക്ഷിക്കാതെ കാത്തുകൊണ്ട് പട്ടിണി കിടക്കുന്നത് ഇന്ന് 14-ാം ദിവസമാകുന്നുവല്ലോ. അതുകൊണ്ട് ആഹാരം കഴിക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അത് നിങ്ങളുടെ രക്ഷയ്ക്കുള്ളതല്ലോ. നിങ്ങളിൽ ഒരുത്തിൻ്റെയും തലയിലെ ഒരു രോമം പോലും നഷ്ടമാകയില്ല, നിശ്ചയം എന്ന് പറഞ്ഞു. വായിച്ച ദൈവവചനത്തിനായി ദൈവത്തിന് മഹത്വം. വിശുദ്ധ പൗലോസ് അനുഭവിച്ച ഒരു വലിയ ദുര്യോഗത്തിൻ്റെ ബാക്കി പത്രം എന്ന നിലയിൽ ദൈവം നൽകിയ വലിയ ഒരു വിടുതലിനെ കുറിച്ചുള്ള വിശദാംശമാണ് ഈ വായിച്ച വായനാഭാഗത്തിൻ്റെ ആധാരം. ഒരു കപ്പൽ യാത്ര, 276 പേര് ആ കപ്പലിൽ യാത്ര ചെയ്യുന്നുണ്ട്. ആ മനുഷ്യർ പായ്ക്കപ്പലിൽ കാറ്റിൻ്റെ ദിശ അനുസരിച്ച് പോകുന്ന കപ്പലിൽ ദീർഘദൂരം യാത്ര ചെയ്യുകയാണ്. ഇത് സാധാരണ മനുഷ്യരല്ല. ക്രിമിനൽ കുറ്റം ചുമത്തപ്പെട്ട കുറേ അധികം തടവ് പുള്ളികളാണ്. പിന്നെ കപ്പലിലെ ജീവനക്കാരാണ്. തടവ് പുള്ളികൾ ഏറെയുണ്ട്. അവരെ ചങ്ങല ധരിപ്പിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഈ കപ്പലിനുള്ളിൽ തന്നെ ചെറിയ വള്ളങ്ങളുണ്ട്. അവർക്ക് ആവശ്യത്തിനുള്ള ഭക്ഷ്യ വസ്തുക്കളുണ്ട്. ഇതൊക്കെ കൊണ്ടൊരു കപ്പൽ ഇറ്റലി കേന്ദ്രീകരിച്ച് അവിടേക്കുള്ള യാത്രയിലാണ്. ഈ കപ്പലിൽ പൗലോസ് എന്ന സുവിശേഷകനുമുണ്ട്. അദ്ദേഹവും ക്രിമിനൽ കുറ്റം ചുമത്തപ്പെട്ട് ഈ കപ്പലിൽ ഇപ്പോൾ യാത്ര ചെയ്യാണ്. ആ കൂടെ വരുന്നവരിൽ രാജ്യദ്രോഹികളുണ്ട്. അന്ന് രാജ്യം ഭരിക്കുന്ന കൈസറെ ഏതെങ്കിലും തരത്തിൽ ചാരപ്പണിയിലൂടെ അട്ടിമറിക്കാൻ ശ്രമിച്ച പൊളിറ്റീഷ്യന്മാരുണ്ട്. വലിയ കൊള്ളക്കാരുണ്ട്. അതിക്രൂരന്മാരായ കൊലപാതകികളുണ്ട്. ഇവരെല്ലാം ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു കപ്പൽ. ആ കപ്പലിൽ ഇത്തരത്തിലൊരു കുറ്റവും ചെയ്യാത്ത ഒരു മനുഷ്യനെയും ചേർത്തിട്ടുണ്ട്. അത് പൗലോസാണ്. പക്ഷെ പൗലോസും നിയമത്തിൻ്റെ മുമ്പിൽ കുറ്റവാളിയാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ കുറ്റം? മഹത്തരമായ റോമൻ സാമ്രാജ്യത്തിൽ അത്ര പരിചിതമല്ലാത്ത ഒരു സന്ദേശം അദ്ദേഹം പൊതുജനങ്ങളോട് പ്രസംഗിക്കുന്നു. അതിൻ്റെ പേര് സുവിശേഷം എന്നാണ്. ആ സുവിശേഷം പ്രസംഗിക്കുന്ന ഇടത്ത് കലാപരിപാടികളോ മറ്റേതെങ്കിലും തരത്തിലെ ആഹ്ലാദചിത്തരാക്കുന്ന ഒരു കാര്യപരിപാടികളും ഇല്ലാതെ തന്നെ ആയിരക്കണക്കിന് മനുഷ്യർ സുവിശേഷത്താൽ ആകൃഷ്ടരാകുന്നു. ഇതവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് നിമിത്തം ആളുകൾ പൗലോസിനെ കുറിച്ചുള്ള പരാതി രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗവർണറോട് പറയുകയും ഗവർണർ താൽക്കാലികമായി ഒരു തടവിലാക്കുകയും അവരെ നാട്ടുകാരൊക്കെ കൂടി ശിക്ഷിച്ചു എന്നൊരു കാരണത്താൽ പൗലോസ് എന്ന റോമൻ പൗരൻ ഒരു അപ്പീൽ കോടതിയിൽ പോകാൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് കൈസറുടെ മുമ്പിൽ നിൽക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചതുകൊണ്ട് റോം ഭരിക്കുന്ന പരമാധികാരിയായ രാജാവിൻ്റെ അരികിലേക്ക്, കൈസറുടെ അരികിലേക്ക്
ഈ പോകുന്ന കപ്പലിൽ പൗലുസിനെയും കയറ്റി കൊണ്ടുപോകുന്നതാണ് വായിച്ച വേദഭാഗത്തിൻ്റെ ആധാരം. അതിനെ ആസ്പദീകരിച്ചുകൊണ്ടുള്ള ചില ചിന്തകൾ ഞാൻ വേഗത്തിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ ബൈബിളിലെ അതിമഹത്തരമായൊരു ഗ്രന്ഥമാണ് ഈ അപ്പോസ്തല പ്രവൃത്തികൾ. അപ്പോസ്തല പ്രവൃത്തികൾ എന്ന ഈ ഗ്രന്ഥത്തിന് 2 ഭാഗങ്ങളാണുള്ളത്. അതിൻ്റെ ആമുഖ ഭാഗം 1-ാം അധ്യായത്തിൽ ആരംഭിച്ച് 12-ാം അധ്യായത്തിൽ പര്യവസാനിക്കും. 13-ാം അധ്യായത്തിൽ ആരംഭിച്ച് 28-ാം അധ്യായത്തിൽ തീരുന്ന 2-ാം ഭാഗവും അങ്ങനെ 2 പ്രധാനപ്പെട്ട മേഖലകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഗ്രന്ഥരചന വികാസം പ്രാപിക്കുന്നത്. ഇതിലുമുണ്ട് ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ. 1-ാം ഭാഗം അത് നടക്കുന്നത്, അന്നത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്നത് നാം ഇന്ന് യെരുശലേം എന്ന് പറയുന്ന ആ ഭൂപ്രദേശം കേന്ദ്രീകരിച്ചാണ്. ആ സംഭവങ്ങൾ നടമാടുമ്പോൾ ആ സ്ഥലമാണ് സഭയുടെ കേന്ദ്രം. സഭാകേന്ദ്രം യെരുശലേമാണ്. സഭയുടെ പ്രവർത്തന പരിധി എന്ന് പറയുന്നത് പലസ്തീനിയായുടെ 120 മൈൽ ചുറ്റളവാണ്. 120 മൈൽ ചുറ്റളവുള്ള പലസ്തീനിയായുടെ ഉള്ളിൽ സുവിശേഷം എന്തു ചെയ്തു? സുവിശേഷ പ്രവർത്തകരെന്തു ചെയ്തു? എത്ര ആയിരങ്ങൾ അതിനെ അനുധാവനം ചെയ്തു? ആരായിരുന്നു അന്നത്തെ പ്രധാനികൾ? ഇതൊക്കെ ആദ്യത്തെ ഭാഗത്ത് പറയുകയാണ്. അതിൻ്റെ സംക്ഷിപ്തം ഞാനൊന്ന് പറയാം. 1 മുതൽ 12 വരെയുള്ള ഈ പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത് അപ്പോസ്തലൻ വിശദീകരിക്കുന്നത് എങ്ങനെയാണ് സുവിശേഷം, എന്താണ് സുവിശേഷം, ആരോടാണത് സന്ധിക്കുന്നത്. ആ പ്രസംഗത്തിന് നെടുനായകത്വം കൊടുത്ത ആൾ ധന്യനായ പത്രോസാണ്. സഭയുടെ കേന്ദ്രം യെരുശലേമാണ്. പ്രസംഗിക്കാൻ അദ്ദേഹം ഉപയോഗിച്ച ഭാഷ അരമൈക്കാണ്. കേൾവിക്കാർ യഹൂദന്മാരുമാണ്. അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരികളായി അപ്പോസ്തലന്മാരേറെ ഉണ്ടെങ്കിലും ശ്രദ്ധേയനായ കഥാപാത്രം ധന്യനായ യോഹന്നാൻ അപ്പോസ്തലനാണ്. ഇവർ 2 ആളും ചേർന്നുകൊണ്ട് സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി നടത്തിയ അത്യധ്വാനങ്ങളുടെ ഒരു ഏകദേശ വിളംബരം ഈ അധ്യായങ്ങളിൽ കാണുമ്പോൾ ശുശ്രൂഷയുടെ സവിശേഷത അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ എന്നിവയായിരുന്നു. മാത്രമല്ല അപ്പോസ്തലൻ പ്രസംഗത്തിൽ സ്വീകരിച്ച ഒരു ശൈലി പഴയ നിയമത്തിലെ ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ള 39 പുസ്തകങ്ങളിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ചിതറിക്കിടക്കുന്ന മശികയെക്കുറിച്ചുള്ള, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശു എന്ന വ്യക്തി ഒരു പുതുമയല്ല, യേശു എന്നൊരു വ്യക്തി ഒരു യാദൃച്ഛികതയല്ല, യേശു എന്നൊരു വ്യക്തി ഒരാകസ്മികമായ സംഭവമല്ല, മറിച്ച് പിതാക്കന്മാരുടെ ന്യായപ്രമാണത്തിൽ, സങ്കീർത്തന കൃതികളിൽ, ചരിത്ര പുസ്തകങ്ങളിൽ നൂറ്റാണ്ടുകളായി പ്രവാചക ശ്രേഷ്ഠന്മാർ യേശുക്രിസ്തുവിനെ കുറിച്ച് എന്തെഴുതി വെച്ചുവോ അതൊക്കെ അക്ഷരം പ്രതി ജീവിതത്തിൽ നിറവേറിയ ദൈവത്തിൻ്റെ പുത്രനാണ് ക്രിസ്തു എന്നാണ് പ്രസംഗത്തിൻ്റെ ഉള്ളടക്കം. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ യേശുവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യവും യാദൃച്ഛികമല്ല എന്ന് അപ്പോസ്തലന്മാർ സ്ഥിരീകരിച്ചു. ഞാൻ അവയിൽ ചിലത് പറയാം. യേശുവിൻ്റെ കന്യകാജനനം ഒരു യാദൃച്ഛിക സംഭവമല്ല. യേശു ജനിക്കും മുമ്പ് തന്നെ യേശു ജനിക്കുന്നത് എങ്ങനെയാകണമെന്ന് വിശുദ്ധ തിരുവെടുത്ത് രേഖപ്പെടുത്തി വെച്ചു. യേശു ജനിക്കേണ്ട സ്ഥലമേത് അതും തിരുവെടുത്ത് രേഖപ്പെടുത്തി വെച്ചു. യേശു വളരേണ്ട നസ്രത്ത് എന്ന പട്ടണത്തെക്കുറിച്ച് തിരുവെടുത്ത് മുൻകൂട്ടി സൂചിപ്പിച്ചെഴുതി വച്ചു. യേശുവിൻ്റെ ഇഹലോക ജീവിതത്തിലെ മാതാപിതാക്കൾക്ക് അവൻ അന്യനെപ്പോലെ കഴിയേണ്ടി വരുന്ന ജീവിത പരിസ്ഥിതി, സഹോദരങ്ങൾക്ക് മുമ്പിൽ പരിത്യജിക്കേണ്ടി വരുന്ന അനുഭവങ്ങൾ, മാത്രമല്ല സ്വന്തം ജനം യേശുവിനെ തള്ളിക്കളയുന്നത്, ഒടുക്കം സ്വന്തം ശിഷ്യനാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെടുന്നത്, 30 വെള്ളി നാണയങ്ങൾക്ക് അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെടുമെന്നും ആ 30 വെള്ളി നാണയത്തിന് ഒറ്റിക്കൊടുത്തവൻ ആത്മഹത്യ ചെയ്തിട്ട് അവൻ്റെ കുടലെല്ലാം തെറിച്ചു പോകുമെന്നും അവൻ ആ 30 വെള്ളി നാണയം വലിച്ചെറിയുമ്പോൾ അത് ഭണ്ഡാരത്തിൽ ദേവാലയത്തിൽ ഇടുവാൻ പാടില്ല, അത് ബ്ലഡ് മണിയാണ്, രക്തത്തിന് വേണ്ടി പ്രതിക്രിയ കിട്ടിയ പണമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ പണം കൊടുത്ത് വഴിപോക്കർക്ക് ശ്മശാനം വാങ്ങുമെന്നും ഉൾപ്പെടെയുള്ള നിരവധി സംഭവങ്ങൾ പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയതെന്തോ അത് അക്ഷരം പ്രതി യേശുക്രിസ്തുവിൽ നിറവേറി. ഹല്ലേലൂയ.
ഇന്ന് രാത്രി വചനം കേൾക്കുമ്പോൾ പ്രവചനങ്ങളുടെ പൊരുളായവനെയാണ് നമ്മൾ കർത്താതി കർത്താവും രാജാതി രാജാവുമെന്ന് വാഴ്ത്തുന്നത്. ആയിരക്കണക്കിന് പ്രവചനങ്ങൾ ഒരു പ്രവാഹമായി വന്ന് യേശു എന്ന വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ പത്രോസ്ലീഹ പ്രസംഗിച്ച് സ്ഥാപിച്ചു, ക്രിസ്തുവാണ്, മശിഹയാണ്, വാഗ്ദത്ത മശിഹയാണ്, രാജാതി രാജാവാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് ജൂത സമൂഹത്തോട് പ്രസംഗിക്കുകയാണ്. അപ്പോൾ പത്രോസിൻ്റെ കേൾവിക്കാർ പ്രധാനികൾ ജൂതന്മാരാണ്. കുറേ ശമര്യക്കാരുമൊക്കെ ഉണ്ടെങ്കിലും പ്രധാനികൾ ജൂതന്മാരാണ്. പ്രസംഗിച്ചത് അരാമിക് എന്നൊരു ഭാഷയിലാണ്. പ്രവർത്തന പരിധി ഈ 120 മൈലിൻ്റെ ചുറ്റളവാണ്. എന്നാൽ രണ്ടാം ഭാഗം വളരെ വിഭിന്നമാണ്. രണ്ടാം ഭാഗത്തിൻ്റെ പ്രത്യേകത സഭാകേന്ദ്ര ജെറുസലേമിൽ നിന്ന് മാറുന്നു. അത് സിറിയയിലെ അന്ത്യോക്യയാണ്. അന്ത്യോക്യ കേന്ദ്രീകരിച്ചാണ് സഭ പിന്നീടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. സിറിയയിലെ അന്ത്യോക്യയിൽ നിന്ന് അപ്പോസ്തലന്മാർ സുവിശേഷത്തിൻ്റെ ഘോഷണത്തിന് വേണ്ടി യാത്ര പുറപ്പെട്ടു പോകുന്ന സംഭവങ്ങൾ മുതൽ കൃത്യം വിശദീകരിച്ചുകൊണ്ട് രണ്ടാം ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ എഴുത്തുകാരൻ കാണുന്നത് ഇപ്പോൾ സഭയുടെ ലീഡർഷിപ്പ്, അതിൻ്റെ നെടുനായകത്വം പൗലോസ് എന്നൊരു ദൈവപുരുഷനിലാണ്. പണ്ട് യോഹന്നാനും അന്ത്രയോസും യാക്കോവും ഒക്കെ കൂടുന്ന അപ്പോസ്തോലിക ഗണമായിരുന്നെങ്കിൽ ഇന്ന് പൗലോസിനൊപ്പം തിമോത്തിയോസും തീത്തോസും ലൂക്കോസും ഒക്കെ കൂടുന്ന ഒരു പുതിയ ടീം വർക്ക്, ഒരു പുതിയ സംഘടിത ശക്തി ഇവിടെ നിന്ന് രൂപപ്പെട്ടു വരികയാണ്. അവരുടെ പ്രവർത്തന പരിധി കേവലം 120 മൈൽ ചുറ്റളവുള്ള ഈ പാലസ്തീനിയ അല്ല, അതിനും അപ്പുറത്തേക്ക് കിടന്ന് വിശാലമായ മുഴു ലോകത്തേക്കും ഈ സുവിശേഷം എത്തിക്കണമെന്ന വ്യഗ്രതയോടെ പ്രവർത്തിക്കുന്ന തീഷ്ണതയുള്ള ചിലരെയാണ് അദ്ദേഹം കാണുന്നത്. പ്രസംഗിക്കാൻ ഉപയോഗിച്ച ഭാഷ ഇന്ന് ഇംഗ്ലീഷ് പോലെ അന്നത്തെ ലോകഭാഷയായ ഗ്രീക്കാണ്. അപ്പോൾ ഗ്രീക്ക് ഭാഷയിൽ പ്രധാനമായും ഇടയ്ക്ക് മറ്റ് ഭാഷകൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും പ്രധാനമായും ലോകത്തിന് മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ പൗലോസ്ലീഹ പ്രസംഗിച്ച് സ്ഥാപിക്കുമ്പോൾ അവിടെ ഒരു കാര്യം കാണാം. കേൾവിക്കാർ ജൂതന്മാർ മാത്രമല്ല, നാനാ ജാതി മതസ്ഥരായ ആളുകൾ അതിൻ്റെ കേൾവിക്കാരായിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടാണ് ഭയങ്കരം. ധാരാളം ആളുകൾ ഓരോ ദിവസം കഴിയും തോറും യേശുവിനെ അംഗീകരിച്ച് മുമ്പോട്ട് വരുന്ന വളരെ ചിന്താർഹമായ ചില കാഴ്ചകളും കാണാം. ഞാൻ ഈ ഘട്ടത്തിൽ നമ്മുടെ കാലിക പ്രസക്തിയുള്ള ഒരു പ്രശ്നം നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട ഒരു സാമുദായിക നേതാവ് അടുത്ത കാലത്ത് പറഞ്ഞു, നമ്മൾ പണം കൊടുത്ത് ആളുകളെ മതം മാറ്റുന്നു, പെന്തക്കോസ്ത് സഭകൾ. നിങ്ങൾ അത് കേട്ട് കാണും. ഞാൻ അതേക്കുറിച്ചുള്ള ചില പരാമർശങ്ങളും ചില പോസ്റ്റുകളുമൊക്കെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടു കാണും. അങ്ങനെ ഒരാൾ പറഞ്ഞു എന്ന് കരുതി പറയുന്ന മാന്യദേഹത്തോട് അസഹിഷ്ണുതയുള്ള ആളുകളൊന്നും ആവരുത് നമ്മൾ. അതൊക്കെ മനുഷ്യൻ്റെ അഭിപ്രായമാണ്. പക്ഷേ ഞാൻ ഇതോട് ബന്ധപ്പെട്ട് എൻ്റെ മനസ്സിൽ ഒട്ടേറെ ചില ഉള്ളടക്കങ്ങൾ, ചില വസ്തുതകൾ ഈ സമയത്ത് ഓർമ്മ വരികയാണ്. അപ്പോസ്തലന്മാർ ചെയ്ത മിഷനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ രസാകരമായ ഒത്തിരി കാര്യങ്ങൾ പണ്ട് നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്നു എന്ന ഒരു സത്യം. ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും പുറത്തുള്ള മറ്റ് പിന്നോക്കർ ഈ അഭിപ്രായ പ്രകടനം നടത്തിയ മാന്യദേഹം ഉൾക്കൊള്ളുന്ന സമൂഹം ഉൾപ്പെടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിനായ മനുഷ്യർ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമില്ലാത്തവരായി കഴിഞ്ഞ ഒരു കാലമുണ്ട്. സ്വാതന്ത്ര്യമില്ല എന്ന് മാത്രമല്ല, തങ്ങളുടെ വീടുകളിലെ വിരുന്ന് വേളകളിൽ ഒരു പപ്പടം കാച്ചണമെങ്കിൽ മേലധികാരിയുടെ അനുമതി വാങ്ങേണ്ട പരിസ്ഥിതി പണ്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയണ്ടേ, ഇന്ന് നമ്മൾ കേരളം എന്ന് വിളിക്കുന്ന ഈ ഭൂപ്രദേശം അത് പണ്ട് 3 പ്രവിശ്യകളായി വിഭജിക്കപ്പെട്ടിരുന്നു. ഒന്ന് നിങ്ങളും ഞാനും ഇപ്പോൾ പാദമൂന്നി നിൽക്കുന്ന ഈ തെക്കൻ തിരുവിതാംകൂറാണ്. മറ്റൊന്ന് കൊച്ചി രാജ്യമാണ്. ഇനിയൊന്ന് മലബാറാണ്. കൊച്ചി രാജ്യത്തെ നമ്മൾ ചരിത്രം പഠിക്കുന്ന കുട്ടികൾ പെരുമ്പടപ്പ് സ്വരൂപം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊരു കാര്യം അറിയണ്ടേ, ഈ പെരുമ്പടപ്പ് സ്വരൂപം ഭരിക്കുന്ന രാജാക്കന്മാർ തങ്ങളുടെ വീടിന് ഓട് മേയണം എന്നുണ്ടെങ്കിൽ സാമൂതിരിയുടെ അനുവാദം വാങ്ങണമായിരുന്നു. അങ്ങനെ ഒരു കാലം. വീടുമുറ്റത്ത് നിങ്ങൾക്ക് വിവാഹത്തിനൊരു പന്തലിടണമെങ്കിൽ അതിന് അനുമതിയില്ലാത്ത ഒരു കാലം. എന്തിന് നമ്മുടെ അമ്മയ്ക്ക് മാറുമറയ്ക്കാൻ അനുമതിയില്ലാത്തൊരു കാലം ഒരിക്കൽ നമ്മുടെ രാജ്യത്ത് ഒരു 100 കൊല്ലമൊക്കെ മുമ്പ് രൂപപ്പെട്ടിരുന്നു എന്ന ദയനീയമായൊരു സത്യം നമ്മൾ അറിയാതെ പോകരുത്.
പിന്നെയുമുണ്ട് ചില വസ്തുതകൾ വിളിച്ചു പറയാൻ. 1843 ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ തന്നെ അടിമകളുടെ വ്യാപാരം പാടെ നിഷേധിച്ചുവെങ്കിലും എത്രയെത്ര ഹീനമായ നിലയിൽ അടിമകളെ വിൽക്കുന്ന ചന്തകൾ നമ്മുടെ ഈ രാജ്യത്തുണ്ടായിരുന്നു എന്ന് നിങ്ങൾ മറക്കരുത്. കോട്ടയത്തേക്ക് നിങ്ങൾ വന്നാൽ തിരുനക്കര എന്നൊരു സ്ഥലമുണ്ട്. ആ തിരുനക്കരയിലെ സ്ഥിതി എന്തായിരുന്നു? അടിമകളെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നൊരു ചന്തയായിരുന്നു ഈ തിരുനക്കര. അവിടെയുള്ള ക്ഷേത്രത്തിൻ്റെ മുമ്പിലൂടെ ഈഴവർ ആദിയായ പിന്നോക്ക ജാതിക്കാർ കടന്നു പോകരുത് എന്ന് എഴുതി വെച്ച ഒരു തീണ്ടാപ്പലക ഉണ്ടായിരുന്നു. ആ പലക എടുത്തുകൊണ്ട് ഉശിരുള്ള ചെറുപ്പക്കാർ മീനച്ചിലാറ്റിൽ ഒഴുക്കിക്കൊണ്ട് അതിനെതിരെ നടത്തിയ പ്രതിഷേധങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളുടെ പരിണിത ഫലമായിട്ട് അന്ന് നിലനിന്നിരുന്ന വൃത്തിഹീനങ്ങളായ ജാതി ആചാരങ്ങളുടെ പരിണിത ഫലമായിട്ട് ഇന്ന് വൈക്കം ബസ് സ്റ്റാൻഡിൻ്റെ അരികിലായിട്ട് ഒരു ചെറിയ കുളം പണ്ടുണ്ടായിരുന്നു. ആ കുളം മൂടിക്കൊണ്ടാണ് വൈക്കത്ത് ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ കുളത്തിൽ നിരവധി ഈഴവ യുവാക്കളെ വേലുത്തമ്പി ദളവ കൊന്നൊടുക്കുന്ന പരിസ്ഥിതി നിലവിൽ നിന്നിരുന്നു. ഇതൊക്കെ ജാതീയാചാരങ്ങളുടെ ഒരു വല്ലാത്ത മാറാപ്പ് കെട്ടിക്കൊണ്ട് മലയാളിയെ എങ്ങനെയെല്ലാം ഈ രാജ്യത്തെ വ്യവസ്ഥിതി പീഡിപ്പിച്ചു എന്നതിൻ്റെ 100 തെളിവുകളിലൊന്നാണ്. ഈ പരിസ്ഥിതിക്കൊക്കെ മാറ്റം വരുത്തിയത് വിശുദ്ധ ബൈബിളാണ് എന്ന് ഞങ്ങൾ ഉച്ചൈസ്തരമുദ്ഘോഷിക്കുവാൻ ചരിത്രത്തിൻ്റെ പിൻബലം ഞങ്ങളുടെ പക്കലുണ്ട് എന്ന് ആത്മാഭിമാനത്തോടെ ഈ രാത്രി പ്രസ്താവിച്ചു കൊള്ളട്ടെ. അതിൻ്റെ എങ്ങനെയാണ് ബൈബിൾ ഇത്തരം കാര്യങ്ങൾ ഇടപെട്ടത് എന്നറിയണമെങ്കിൽ കേണൽ മൺറോ എന്നുള്ള ഒരു ദിവാനെ പറ്റി പഠിക്കണം, അയാളുടെ ഇടപാടുകളെ പറ്റി പഠിക്കണം. ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നടന്ന കേരളത്തിൽ നടന്ന പലവിധത്തിലെ ലഹളകളെ പറ്റി പഠിക്കണം. ഇതൊക്കെ ഞാൻ വിശദാംശങ്ങളായിട്ട് ചില വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ചിലതും ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. വലിയ തിരക്കുകൾക്ക് നടുവിലാണ് ഇന്ന് ദിവസങ്ങളിൽ ആയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ സമഗ്രമായി പറയുവാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യം കടന്നുപോയ വേദനാജനകമായ പരിസ്ഥിതിയിൽ ഇങ്ങനെ അവഗണിക്കപ്പെട്ട മനുഷ്യർക്ക് അവർക്ക് സ്വന്തം തുരുത്തുകൾ ആവശ്യമാണ് എന്ന് കണ്ടപ്പോൾ അവർ സ്വാഭാവികമായി തിരഞ്ഞെടുത്ത വഴിയാണ് യേശുവിൻ്റെ പാദപീഠം. അത് പണം കൊടുത്തോ പ്രലോഭനം കൊടുത്തോ ഒന്നുമായിരുന്നില്ല, മറിച്ച് ജീവൻ പകരം വിലക്കി വെച്ച് അങ്ങനെ പ്രാണൻ യേശുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട 100,000 ക്രൈസ്തവ സഹന സമര ഭടന്മാരുടെ ചോരയിൽ രൂപപ്പെട്ടു വന്ന മാർഗമാണ് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ മാർഗം. അത് ഒരു പിടി അന്നത്തിന് വേണ്ടിയോ ഒരു നാണയത്തുട്ടിന് വേണ്ടിയോ അടയറുക വെക്കാതെ അതിൻ്റെ മൂല്യവും അതിൻ്റെ വ്യവസ്ഥിതിയും കനമുള്ളതാണ് എന്ന് ഉറപ്പിച്ചു പറയാനുള്ള ആർജവം ഹൃദയത്തിലെന്തിക്കൊണ്ട് ആ സുവിശേഷത്തിന്റെ ഉള്ളടക്കം ഞങ്ങൾ ഇങ്ങനെ വീണ്ടും ഉദ്ഘോഷിക്കട്ടെ. മറ്റൊരുത്തലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല, സകല നാമത്തിനും മേലായ നാമം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം. പണ്ട് ഈ തിരുവനന്തപുരത്തുനിന്ന് ഒരു സുവിശേഷകൻ തോവാള എന്ന സ്ഥലത്ത് മധുരാങ്കൂറിലെത്തി. അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ കുറിപ്പിൽ എഴുതി വെച്ചിട്ടുള്ള വേദനാജനകമായൊരു കാര്യം അടുത്ത കാലത്തെ DC ബുക്സ് പ്രസിദ്ധം ചെയ്ത ഒരു പുസ്തകത്തിലുണ്ട്, വായിച്ചു നോക്കണം. ഡോക്ടർ ബിനിൽ പോൾ എഴുതിയ പുസ്തകമാണ്. ഈ വർഷത്തെ സാഹിത്യ അക്കാദമിയുടെ അവാർഡുമൊക്കെ കിട്ടിയ പുസ്തകമാണ്. 8-10 പതിപ്പുകൾ അത് വിറ്റഴിഞ്ഞു. അടിമ കേരളത്തിൻ്റെ അദൃശ്യ ചരിത്രം എന്നാണ് ഇത് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ഈ രാജ്യം കടന്നുപോയ ഏറ്റവും മ്ലേച്ഛമായ അടിമത്തത്തിൻ്റെ ഭൂതകാലം. ആ കാലത്തിലൊരിക്കൽ ഒരു സംഭവം നടന്നു. മാടത്തി എന്നു പേരുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ഒരു യുവതി. ഈ യുവതിക്ക് പൂർണ്ണ ഗർഭവതിയായ ഒരു ഘട്ടത്തിൽ ജോലിക്കെത്താൻ കഴിയുന്നില്ല. ജോലിക്കെത്താൻ കഴിയാതെ പോയപ്പോൾ അവർ 1-2 ദിവസം അവധിയെടുത്തു. അവരെ തല്ലി വലിച്ചിഴച്ചുകൊണ്ട് ജോലിക്ക് വേണ്ടി കൊണ്ടുവരികയാണ്. ഒരു വയലിൽ പണിയെടുക്കാൻ കൊണ്ടുവന്നു. വയലിൽ പണിയെടുക്കാൻ കൊണ്ടുവരുമ്പോൾ ഈ യജമാനൻ ചോദിച്ചു, നിന്നെ എന്താ കണ്ടില്ല? നിറവയറോടെ നിൽക്കുന്ന ആ സ്ത്രീ, വേണ്ടത്ര വസ്ത്രമൊന്നും ധരിക്കാൻ അവർക്ക് അവകാശമില്ല, സ്വാതന്ത്ര്യമില്ല. യേശുവടിയാരെന്നറിയപ്പെടുന്ന ഒരു ദൈവദാസൻ കരയ്ക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഒരു വിദേശി കരയ്ക്ക് നോക്കി നിൽക്കുകയാണ്. ഇവരാരും നോക്കി നിൽക്കുന്നു എന്നൊന്നും അദ്ദേഹത്തിന് വിഷയമല്ല. ഈ ഉടമ എന്തു ചെയ്തു? അദ്ദേഹം അപ്പുറത്ത് ഒരു പോത്തിനെ കിട്ടിയ ശേഷം ഒരു മനുഷ്യൻ്റെ കയ്യിലേക്ക് ചാട്ട കൊടുത്തിട്ട് പറഞ്ഞ് അടിക്കാൻ പറഞ്ഞു, വേഗത്തിൽ അടിക്കാൻ പറഞ്ഞു. ഈ ചാട്ട കൊണ്ട് ഈ പോത്തിനെ അടിക്കുമ്പോൾ മറുവശത്ത് ഈ മാടത്തി എന്ന യുവതിയുടെ തോളിലേക്കാണ് ഈ നുകത്തിൻ്റെ അടുത്ത ഭാഗം വച്ചിരിക്കുന്നത്. ഓർക്കണം, പൂർണ്ണ ഗർഭവതിയായ ഒരു സ്ത്രീ അതിൻ്റെ പോത്തിനൊപ്പം ഓടാൻ കഴിയില്ലെന്ന് നിങ്ങൾക്കറിയാം. വിഷമിച്ച് അവർ കുറേ ദൂരം ഓടി ഏതാനും ചുവടുകൾ വെച്ച് മുമ്പോട്ട് പോയി കഴിയുമ്പോൾ ദയനീയമായ ഒരവസ്ഥാവിശേഷം സംജാതമായി. ഉച്ചത്തിൽ അലറിക്കരഞ്ഞുകൊണ്ട് ആ സ്ത്രീ അവിടെ വീണു. ആ
ആ വേദനക്കിടയിൽ അവൾ ഒരു ചോരക്കുഞ്ഞിന് ജന്മം കൊടുത്തു. അഴുക്ക് ചാലിലെ താഴെ കിടക്കുന്ന ആ നിലത്തെ വെള്ളം കുടിച്ച് ആ കുഞ്ഞ് താഴേക്കൊന്ന് മുങ്ങി അമർന്നു. ആ കുഞ്ഞിൻ്റെ പ്രാണൻ പൊലിഞ്ഞു, അമ്മയുടെ പ്രാണനും പൊലിഞ്ഞു. ആ ചോരയിൽ നിന്ന് രൂപപ്പെട്ടു വന്ന മഹത്തരമായ ആശയമാണ് വിമോചനത്തിൻ്റെ സുവിശേഷം. അത്തരം സാധാരണ മനുഷ്യരെ, ആർക്കും വേണ്ടാത്തവരെ, അന്നം നിരാകരിക്കപ്പെട്ടവരെ, സമൂഹത്തിൽ സ്വാതന്ത്ര്യമില്ലാത്തവരെ, അത്തരം അടിവച്ചങ്ങലകളെ മുഴുവൻ വെട്ടിമാറ്റിക്കൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു ശ്വസിക്കുവാൻ പ്രേരിപ്പിച്ച ഉത്കൃഷ്ട മാർഗമാണ് സുവിശേഷം. അത് റോമൻ സാമ്രാജ്യത്തിൽ മാത്രമല്ല, ലോകത്തിൻ്റെ 5 വൻകരകളിലും സ്വാതന്ത്ര്യവും സമാധാനവും സമത്വവും ഉലകത്തിന് നൽകിക്കൊടുക്കാൻ കഴിയുന്ന ഒരൊറ്റ തത്വസംഹിതയുണ്ടെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന, ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വിമർശിക്കുമ്പോൾ ആളുകൾ വസ്തുതകളൊക്കെ പഠിച്ചിട്ട് പറയാനായിട്ട് ശ്രമിക്കണം, കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കാനായിട്ട് ശ്രമിക്കണം. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷെ ഒന്ന് ഞാൻ പറയട്ടെ, എന്തുകൊണ്ടാണ് എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ഞങ്ങൾ എതിരാളികളായി തീരുന്നത്? ഈ രാജ്യത്ത് ഏതെങ്കിലും സ്ഥാപനത്തിന് ബോംബ് വെക്കുന്നവരല്ല ഞങ്ങൾ. ഏതെങ്കിലും തരത്തിലെ മറ്റു മനുഷ്യരെ ഉപദ്രവിക്കുവാൻ, ഏറ്റുമുട്ടുവാൻ ഒന്നും പോകുന്ന കലാപകാരികളല്ല. പക്ഷെ സകല മനുഷ്യർക്കും നമ്മൾ ഒരുപോലെ ശത്രുക്കളായി തീരുന്നതിൻ്റെ കാരണം നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ റിസൾട്ടാണ്, ഒരു ഇമ്പാക്റ്റാണ്. പലതരം പ്രവൃത്തികളിലൂടെ വലിയ ഒരു റിസൾട്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത് ഈ ദൈവവചനത്തിനും സുവിശേഷത്തിനുമാണ്. ഞങ്ങൾ ഇന്ന് പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗത്തിനൊരു റിസൾട്ടുണ്ട്, പാട്ട് പാടുമ്പോൾ ആ പാട്ടിനൊരു റിസൾട്ടുണ്ട്. ഒന്നുമല്ല, മുഴങ്കാലിരുന്ന് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിക്കാനിരിക്കുന്ന ദൈവൈതൽ മുഴങ്കാൽ മടക്കുന്ന ഇവിടെയാണെങ്കിൽ വിദൂരങ്ങളിൽ വലിയ വലിയ മാറ്റം സാധിച്ചെടുക്കാൻ ആ പ്രാർത്ഥനയ്ക്ക് സാധിക്കും എന്ന് ഞങ്ങൾ ഹൃദയംഗമായി വിശ്വസിക്കുന്നു. പ്രാർത്ഥനയാൽ, ആരാധനയാൽ, ദൈവവചനത്തിൻ്റെ ധ്യാനത്താൽ കഴിയാത്ത ഒരു കാര്യവുമില്ല എന്ന് അനുഭവം കൊണ്ട് വിശ്വസിക്കുന്ന ദൈവമക്കളുടെ ഭാഗമാണ് ഞാനും നിങ്ങളുമെല്ലാം. ഹല്ലേലൂയ. ഇതിനും ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിലേക്ക് ക്രമാനുഗതമായി ഞാനൊന്ന് വരികയാണ്, ശ്രദ്ധിച്ചിരിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പൗലോസ്ലീഹ ഈ സുവിശേഷ പ്രചരണാർത്ഥം ഈ അന്ത്യോക്യയിൽ നിന്ന് യാത്ര തിരിക്കുക. പലയിടങ്ങളിൽ കൂടി കടന്നുപോയി. ഫിലിപ്പിയ എന്നൊരു സ്ഥലത്ത് വന്നു. ഫിലിപ്പിയ എന്നൊരു സ്ഥലത്ത് വരുമ്പോൾ ഈ ഫിലിപ്പിയിൽ ഒരു സഹോദരിയാണ് ആദ്യമായി സുവിശേഷത്തിന് വേണ്ടി ഹൃദയം തുറന്നു, അവരുടെ വീട് തുറന്നു. ആ ഭർത്താവും കുടുംബവും എല്ലാം യേശുവിനെ അറിയുന്ന പരിസ്ഥിതി സംജാതമായി. ലുദിയ ഒരു സമ്പന്ന സ്ത്രീയാണെന്നാണ് ചരിത്രം പറയുക. കാരണം അവർ രക്താംബരം വിൽക്കുന്ന വലിയ തൊഴിലിൽ ഏർപ്പെട്ടിരുന്ന ഒരു വലിയ ബിസിനസ്സുകാരിയാണ്, ഒരു ബിസിനസ് കുടുംബമാണ്. അവർ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. തൊട്ടനന്തരം നമ്മൾ കാണുന്നതും മറ്റൊരു കാഴ്ചയാണ്. ഒരു മനോരോഗിയായ പൈശാചിക ശക്തിയെ ശരീരത്തിൽ ആവഹിപ്പിച്ചു വെച്ച് ഭാവി പറയുന്ന ഒരു സ്ത്രീയെ, ആ സ്ത്രീ അവർക്കും മാറ്റമുണ്ടാവുകയാണ്. ഈ പട്ടണത്തിൽ നിന്നുകൊണ്ട് ആ സ്ത്രീക്ക് മാറ്റമുണ്ടാകാനൊരു കാരണം, അതുവഴി കടന്നു പോകുന്ന പൗലോസിനെയും മറ്റ് അപ്പോസ്തലന്മാരെയും കണ്ടിട്ട് അവൾ ഒരു തന്ത്രം പ്രയോഗിക്കുകയാണ്. ഒരു സേറ്റനിക് തന്ത്രം, ഒരു സാത്താന്യമായ തന്ത്രം. ഞാൻ പറയട്ടെ, നിഗൂഢ വിദ്യകൾ, ആഭിചാര കർമ്മങ്ങൾ, മാന്ത്രിക ശക്തികൾ അവർക്കാർക്കും സുവിശേഷത്തിൻ്റെ ശക്തിയോട് എതിരിടുവാൻ കേൾപ്പില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത്തരം ആരാധനകളെ, ഇത്തരം പ്രാർത്ഥനകളെ, ഇത്തരം രീതികളെ, ഇത്യാദി ആഭിചാര കർമ്മങ്ങളിലൂടെ, ക്രിയകളിലൂടെ എങ്ങനെ നേരിടാൻ കഴിയുമെന്ന് ലോകത്താരെങ്ങനെ പരിശ്രമിച്ചാലും തകർക്കാൻ കഴിയാത്ത വിധത്തിൽ സുവിശേഷത്തിൻ്റെ വ്യതിരിക്തത, അത് സവിശേഷതയുള്ളതാണ്. അതുകൊണ്ട് ഇതാ ഭാവി പറയുന്ന ഈ മന്ത്രവാദിനി വിളിച്ചു പറയുകയാണ്, ഇതാ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ കടന്നു പോകുന്നു, അവർ രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കാൻ വരിക. കേട്ടാൽ ആളുകൾക്ക് തോന്നണം ഇത് ഞങ്ങളും നിങ്ങളും എല്ലാം ഒരേ കാര്യം പറയുന്നു എന്ന് തോന്നണം. പക്ഷേ ഇവളെങ്ങനെയാണ് നിൽക്കുക? ശരീരമാസകലം രക്തമൊലിപ്പിച്ച് ഒരു കൊടുവാള് കയ്യിലെന്തിക്കൊണ്ട് ഒരു വെളിച്ചപ്പാടത്തി, ബൈബിൾ ആ പദം കിടക്കുന്നത് വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് ലാഭം വരുത്തി കൊടുക്കുന്ന ഒരു സ്ത്രീ. ആ പെൺകുട്ടിയിലേക്ക് ഈ ദുരാത്മാവ് കിടക്കും. ദുരാത്മാവ് ഒരുവൻ്റെ ഉള്ളിലേക്ക് കിടന്നാൽ അവൻ്റെ ഐഡൻറ്റിറ്റി മാറും. അതൊരു ലഹരി പോലെയാണ്. അതവനെ അടിമുടി മാറ്റിക്കളയും. ആ പെൺകുട്ടിയുടെ സൗന്ദര്യം ചൊരുത്തിക്കളഞ്ഞു, അതിൻ്റെ കണ്ണുകളുടെ കാന്തി നഷ്ടപ്പെടുത്തിക്കളഞ്ഞു, അതിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തിക്കളഞ്ഞു, അതിൻ്റെ കാര്യക്ഷമത നഷ്ടപ്പെടുത്തിക്കളഞ്ഞു. അവൾ ഭീകരരൂപിണിയായി ശരീരമാസകലം ചോരയൊലിപ്പിച്ച് കയ്യിൽ കൊടുവാളും എന്തിക്കൊണ്ട് ഇങ്ങനെ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുക. നോക്കണേ പ്രിയപ്പെട്ടവരെ, സുബോധമുണ്ടെങ്കിൽ അങ്ങനെ തുള്ളാൻ കഴിയില്ലല്ലോ. നിങ്ങളിൽ ഒരാൾക്ക് അങ്ങനെ ആകാൻ കഴിയില്ലല്ലോ. കാരണം സ്ത്രീ കൂടുതൽ അവളുടെ ശരീരത്തെ ശ്രദ്ധിക്കുന്നു, പരിസരത്തെ ശ്രദ്ധിക്കുന്നു, പക്വമതിയാകാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ തൻ്റെ ഉള്ളിൽ ആവശിക്കപ്പെട്ട സാത്താന്യ ശക്തികളുടെ ഇടപെടൽ കൊണ്ട് അവൾ പുലമ്പുകയാണ്.
പല നാൾ അവൾ ഇങ്ങനെ ചെയ്തു വന്നു. ഒടുക്കം പൗലോസ് അവളിലുള്ള ഭൂതത്തെ ശാസിച്ചു. അതവളെ വിട്ടുപോയി. അവൾക്ക് സുബോധം വന്നു. സുബോധം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. കാരണം അവളുടെ ശരീരത്തിൽ ആവസിപ്പിച്ച് വെച്ചിരിക്കുന്ന ശക്തിയെ തട്ടിമാറ്റാൻ ലോകത്തൊരുത്തരും കഴിയാതെ വന്നപ്പോൾ, ഒരു ക്രിയയ്ക്കും കഴിയാതെ വന്നപ്പോൾ പ്രാർത്ഥന മനുഷ്യൻ്റെ ഒരു ശബ്ദം മതിയായിരുന്നു അത് മാറ്റിയെടുക്കാനെങ്കിൽ. ഇന്ന് വചനം കേൾക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു കൊള്ളണം, അവൻ്റെ വാക്കിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ഏത് പ്രാകൃതങ്ങളായ ആഭിചാര കർമ്മങ്ങളും ഏത് മാന്ത്രിക ശക്തികളെയും തുരത്തി യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആധിപത്യം ആ ഹൃദയത്തിൽ സ്ഥാപിക്കാൻ കരുത്തോടെ കഴിവോടെ ഈ രാത്രി ദൈവത്തിൻ്റെ വചനം ഇവിടെ പരിലസിച്ചു കൊണ്ടിരിക്കുകയാണ്. അതതിൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അന്യായ ബന്ധനങ്ങളെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നുകത്തിൻ്റെ അമിക്കയറുകളെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ആർക്കും തകർക്കാനാവാത്ത വിധത്തിൽ യേശുവിൻ്റെ സുവിശേഷം അതിൻ്റെ പ്രവൃത്തി ചെയ്യുന്നു എന്നത് എത്ര മഹത്തരമായൊരു അനുഭവമാണ്. ഹല്ലേലൂയ. പ്രിയരേ, ആ പെൺകുട്ടിക്ക് സുബോധം വന്നു. അവൾക്ക് സുബോധം വന്നപ്പോൾ നാട്ടുകാരൻ്റെ സുബോധം പോയി. അവരെ വന്ന് ഉപദ്രവിച്ചു, അല്ലാതെ അടിച്ചു. അവിടെ രസകരമായൊരു പ്രയോഗം, കോൽക്കാരെ വരുത്തി അടിപ്പിച്ചു എന്നാണ്. കണ്ടോ അടി കണ്ടില്ലേ? അടി അറിയാവുന്ന, പണി അറിയാവുന്ന ആളുകളെ കോലുകൊണ്ട് കൊണ്ടുവന്ന് അത്ര ആയുധമൊക്കെ കൊണ്ടുവന്ന് അടിപ്പിച്ചു. നമ്മളൊന്നും അടിച്ചാൽ അടിക്കൊരു ശാസ്ത്രീയമായ അടിത്തറ കാണൂല എന്ന് ഓർത്തായിരിക്കും നമ്മൾ അടിക്കണ്ട. അടിക്കാൻ കഴിയുന്ന ഒരുതരം പ്രാകൃതമായ ഗുണ്ടായിസം അത് വന്ന് ചെയ്യിച്ചു. ഭീകരമായിട്ട് അടിച്ചു. അടിച്ചിട്ട് കാരാഗൃഹത്തിനകത്താക്കി. ആ കാരാഗൃഹത്തിനകത്ത് അർദ്ധരാത്രി അവർ പാടി ആരാധിച്ചപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു. കാരാഗൃഹ പ്രമാണിയും രക്ഷിക്കപ്പെട്ടു. 3 തരം മനുഷ്യർ ഫിലിപ്പിയായിൽ യേശുവിനെ സ്വീകരിച്ചു. ആലോചിച്ച് നോക്കി. ഒന്നാരാണ്? അനുഗ്രഹീതയായ ലുദിയ. മറ്റൊന്ന് ഒരു മനോരോഗിയായ വെളിച്ചപ്പാടത്തിയായ സ്ത്രീ. ഇപ്പോൾ വന്നത് കാരാഗൃഹ പ്രമാണി. സ്തോത്രം. അടുത്ത ഘട്ടം, ഇവരെ കേസെല്ലാം എഴുതി തള്ളി. അടിയൊക്കെ കൊടുത്തുള്ളൂ. ഇനിയിപ്പോൾ കേസൊന്നും ഇല്ല, പോട്ടെ. അവിടേക്ക് കോൽക്കാരെ അവരെ അടിച്ച മനുഷ്യരുമൊക്കെ വന്നിട്ട് പറഞ്ഞു, സാറേ പൊക്കട്ടെ, പ്രശ്നമൊന്നും ഇല്ല കേട്ടോ, ഇവിടെ കൊണ്ടൊക്കെ തീർന്നു, നമുക്ക് പ്രശ്നം പരിഹരിച്ചു പോവാം. പക്ഷെ പൗലോസ് വിട്ടില്ല. പൗലോസ് പറഞ്ഞു, പ്രശ്നം തീർന്നെന്ന് ആരാ പറഞ്ഞു സാറേ? അങ്ങനെ തീരൂല. അതെന്താ കാര്യം? നിങ്ങൾ തല്ലി, ഞങ്ങൾ തല്ലും കൊണ്ടു, ഞങ്ങൾ ജയിലിൽ കിടന്നു. പക്ഷെ ഒരു ചോദ്യമുണ്ട്, ഒരു റോമാ പൗരനെ വിചാരണ കൂടാതെ അടിക്കുന്നത് വിഹിതമോ? പറഞ്ഞാട്ടെ. അത് കേട്ടപ്പോൾ അടിക്കാൻ വന്നവൻ പേടിച്ചു പോയി. കാരണം വന്നവർക്കാർക്കും റോമാ പൗരത്വം ഇല്ല. ഈ പൗരത്വം എന്താണെന്നും അതിൻ്റെ വില എന്താണെന്നും ഒക്കെ അറിഞ്ഞെങ്കിൽ മാത്രമേ അതിൻ്റെ ഗൗരവം പിടികിട്ടൂ. അപൂർവമായി മാത്രം വന്ന് അതിസമ്പന്നർക്ക് കിട്ടുന്ന പൗരത്വം റോമിൽ പരമ്പരാഗതമായി അനുഭവിച്ചു പോന്ന ഒരു കോടീശ്വരൻ്റെ മകനാ ഈ പൗലോസ് എന്നറിയപ്പെടുന്നത്. ഒരു കപ്പൽ പ്രമാണിയുടെ മകൻ, ഭാഷാ നിപുണൻ, സർവ്വലാലും ആദരിക്കപ്പെട്ടവൻ. ഈ അടി പൊതിരെ വാങ്ങിയത് എന്തിനാണെന്നറിയണ്ടേ? അറിവില്ലാഞ്ഞിട്ടല്ല, സമ്പത്തില്ലാഞ്ഞിട്ടല്ല, ആർജവമില്ലാഞ്ഞിട്ടല്ല. താൻ വിശ്വസിക്കുന്ന യേശുവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി എങ്ങനെ ബലിയാടാകണമെന്ന് ക്രിസ്തു പഠിപ്പിച്ച നാൾ മുതൽ ത്യാഗം സഹിക്കുന്നത് ഒരു പുതുമയല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് യേശുവിന് വേണ്ടി സേവനമനുഷ്ഠിക്കാൻ അവർ തയ്യാറായെങ്കിൽ നമ്മൾ യോഗം കഴിഞ്ഞ് വെറുതെ പോകരുത്. യേശുവിന് വേണ്ടി സമർപ്പിതരായിട്ടേ ദൈവമക്കൾ ഇന്ന് ഇവിടം വിട്ടു പോകാവൂ. യേശുവിന് വേണ്ടി ചിലതൊക്കെ ചെയ്യാനുള്ള സന്നദ്ധത ഹൃദയാന്തർഭാഗത്ത് രൂപപ്പെട്ടിട്ടേ നിങ്ങൾ ഇവിടുന്ന് മടങ്ങാവൂ. സ്തോത്രം. അങ്ങനെ പൗലോസിനെ ഉപദ്രവിക്കുന്നു. ഈ കാര്യമൊക്കെ കഴിഞ്ഞ് അപ്പോസ്തലൻ മുമ്പോട്ട് പോവുകയാണ്. അടുത്തൊരു സ്ഥലത്ത് ചെല്ലുന്നുണ്ട്. അത് കൊരിന്താണ്. മറ്റൊരു സ്ഥലം എഫെസോസാണ്. ഇനി ഒരു സ്ഥലം അഥേനയാണ്. എവിടെ ചെന്നോ ഒരു കാര്യം ഉറപ്പാണ്, 100 കണക്കിന് മനുഷ്യർ യേശുവിനെ സ്വീകരിച്ച് മുമ്പോട്ട് വരിക. 100 കണക്കിന് ആളുകൾ. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു കാര്യം ഓർക്കണം. ഞാൻ മുമ്പ് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞല്ലേ, 8-10 വർഷം മുമ്പ്, 15 വർഷം മുമ്പൊക്കെ ഇവിടെ കൺവെൻഷന് വന്നിട്ടുണ്ട്. ഇതുപോലുള്ള യോഗങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അന്നുള്ളതിനേക്കാൾ അധികം ആളുകളും ചൈതന്യവും കൂട്ടായ്മയും ഒക്കെ ഇന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ് കാരണം? ഓരോ ദിവസം കഴിയുന്തോറും യേശുവിൻ്റെ അനുഗാമികളുടെ എണ്ണം ലോകത്തിൻ്റെ 5 വൻകരകളിലും കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഞാനും നിങ്ങളും അന്ന് പ്രസംഗിച്ചിട്ടതോ പാടിയതോ ഒന്നും വ്യർത്ഥമല്ല. ഒരു പാട്ടും വ്യർത്ഥമല്ല. ഒരു ലഘുലേഖ കൊടുത്തതും വ്യർത്ഥമല്ല. ഒന്ന് പ്രാർത്ഥിച്ചത് വ്യർത്ഥമല്ല. യേശുവിന് വേണ്ടി നിന്നതൊന്നും പ്രതിഫലമില്ലാത്ത പ്രവൃത്തിയല്ല. വലിയ റിസൾട്ട് അവർ ഉൽപ്പാദിപ്പിക്കുമെങ്കിൽ ഇന്ന് കാത്തിരിക്കണം. ദൈവം ചിലത് നമ്മുടെ മധ്യത്തിൽ ചെയ്യും. കർത്താവ് ചിലത് നമ്മുടെ മധ്യത്തിൽ പ്രവർത്തിക്കും. ഹല്ലേലൂയ, സ്തോത്രം. എന്താണ് സംഭവിച്ചത്? അടുത്ത ഘട്ടം, അദ്ദേഹം ഈ വിചാരണ കഴിയാതെ കൊണ്ട് ജയിലിലിട്ടു. ജയിലിടുമ്പോഴേക്ക് ഒരു ഗവർണറാണ് ജയിലിലാക്കുന്നത്.
ഈ ഗവർണർ ജയിലിലാക്കിയ പൗലൂസിനെ കാണാൻ നാടുവാഴിയായ അഗ്രിപ്പ രാജാവ് അതുവഴി യാത്ര ചെയ്യുമ്പോൾ വന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്. ഈ രണ്ടാളുകളും ചേർന്ന് ഇദ്ദേഹത്തെ ഒന്ന് കാണാൻ വിളിച്ചു. ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണ വൈഭവത്തെ പറ്റി കേട്ടിട്ടുണ്ട്, ഈ മനുഷ്യൻ വളരെ പ്രസിദ്ധനാണ്, എനിക്കൊന്ന് കാണണം, ഇത്രയേ ആഗ്രഹമുള്ളൂ. അദ്ദേഹത്തെ കൊണ്ട് പ്രതിക്കൂട്ടി നിർത്തി. അന്ന് റോമിലെ ശിക്ഷാരീതി എന്ന് പറയുന്നത് ജയിലിലിരുന്ന ഒരാളുടെ വലത് കൈയിൽ നിന്നൊരു ചങ്ങല ഇടത് കാലിലേക്കിടും, ഇടത് കൈയിൽ നിന്നൊരു ചങ്ങല വലത് കാലിലേക്കിടും. ഇതിന് വേണ്ടത്ര നീളമുണ്ടാവില്ല. ആൾ കുനിഞ്ഞു നിൽക്കണം. ഈ കുനിഞ്ഞു നിൽക്കുന്നത് എന്തിനാണെന്ന് അറിയണ്ടേ? നാളെ ഈ ചങ്ങല മുറിച്ചു മാറ്റിയാലും ഇയാളുടെ കൂന് നിവരരുത്, കുനിഞ്ഞു നിൽക്കണം. കുറ്റവാളി സമൂഹത്തിൽ ഒരിക്കൽ പോലും തല ഉയർത്തി നിൽക്കരുത് എന്നതുകൊണ്ടാണ് ഇങ്ങനെ കൂനി നിൽക്കുവാനുള്ള പ്രേരണ കൊടുക്കുന്നത് എന്നോർക്കണം. ഹല്ലേലൂയ. ഇങ്ങനെ ക്രമീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് പ്രതിക്കൂട്ടി നിർത്തി. എന്നിട്ട് ഈ അഗ്രിപ്പയും തൻ്റെ ഭാര്യയും ചോദിക്കുക, ആക്ച്വലി എന്താണ് സാർ നിങ്ങളുടെ പ്രശ്നം എന്താ? നിങ്ങളെങ്ങനെ ജയിലിൽ വന്നേ? അദ്ദേഹം താൻ ജയിലിൽ പോയ സംഭവങ്ങൾ പറയുക. അഗ്രിപ്പ രാജാവേ, ഞാൻ എങ്ങനെ ഇവിടെ വന്നു എന്നറിയണ്ടേ? അങ്ങേക്ക് എൻ്റെ ചരിത്രം അറിയാം എന്ന് ഞാൻ കരുതുന്നു. ഞാൻ പ്രസിദ്ധമായ കിലിക്കിയ സംസ്ഥാനത്തിലെ തർസോസ് പട്ടണത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട റോമൻ പൗരനായ ഒരു യഹൂദനാകുന്നു. ജഡ സംബന്ധിച്ച് ഞാനൊരു പരീശനാണ്, ഒരു പരീശൻ. അതുമാത്രമല്ല, എന്നെപ്പറ്റി പറയാൻ കുറേയേറെ കാര്യങ്ങളുണ്ട്, പക്ഷേ അവയൊന്നും ഞാൻ കാര്യമായി പറയുന്നില്ല. പ്രസിദ്ധനായ ഗമാലിയേൽ എന്നറിയപ്പെടുന്ന ഗുരുവിൻ്റെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് പിതാവിതക്കന്മാരുടെ ന്യായപ്രമാണം സൂക്ഷ്മതയോടെ അഭ്യസിച്ച ഒരു മനുഷ്യനായിരുന്നു ഞാൻ. പക്ഷേ ഞാൻ ഏതെങ്കിലും വിധത്തിൽ പോകുന്ന ഇടങ്ങളിൽ, കാണുന്ന ഇടങ്ങളിൽ യേശുവിൻ്റെ സുവിശേഷം പറയുന്ന ആളുകളെ കൊന്നു മുടിപ്പിക്കലായിരുന്നു എൻ്റെ തൊഴിൽ. ആളുകളെ കൊന്നു പിടിപ്പിക്കാൻ റോമ ബഹുമാനപ്പെട്ട പുരോഹിതന്മാരുടെ പക്കൽ നിന്ന് അധികാരപത്രം കൈപ്പറ്റിയിരുന്നു. ആ അധികാരപത്രവും കൊണ്ടുപോയി ആളുകളെ വലിച്ചിരച്ച് തെരുവിലിട്ട് കൊല്ലുമായിരുന്നു. പക്ഷേ ഒരിക്കൽ ഒരു ദാരുണ മരണത്തിന് ഞാൻ സാക്ഷിയാകേണ്ടി വന്നു. എന്താണത്? ആ ദാരുണ മരണം എൻ്റെ കൂടി അനുവാദത്തോടു കൂടിയായിരുന്നു. ഒരു ദൈവമനുഷ്യൻ, ഒരു പ്രാർത്ഥനാ മനുഷ്യൻ, അദ്ദേഹത്തെ വിചാരണയ്ക്ക് വിധേയനാക്കി കൊണ്ടുവന്ന് ആലയത്തിൻ്റെ മുമ്പിൽ നിർത്തിക്കൊണ്ട് പ്രസംഗിപ്പിക്കുക. നീ ഒന്ന് പ്രസംഗിക്കുക, നിൻ്റെ വിഷയം എന്താ? അദ്ദേഹം ഇങ്ങനെ കത്തിക്കയറി ആത്മാവിൽ സംസാരിച്ച് ഒടുക്കം അദ്ദേഹത്തോട് വിരോധം തോന്നിയിട്ട് മഹാപുരോഹിതൻ ഈ വസ്ത്രം കീറി, എന്നിട്ട് തനിക്ക് ഈ ശിക്ഷ നടപ്പിലാക്കാൻ ഉള്ള ആഹ്വാനം കൊടുത്ത് ആളുകളെ കൊണ്ട് കല്ലെടുത്തെറിഞ്ഞ് ഈ മനുഷ്യനെ കൊല്ലുമ്പോൾ അയാൾ മുട്ടുകുത്തി ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ ഇത്രേ പറഞ്ഞുള്ളൂ: ഈ പാപം അവരുടെ മേൽ നിർത്തരുതേ, ഈ ചെയ്യുന്നവരുടെ മീതെ ഈ പാപം നിർത്തരുതേ. ക്രൂശിതനായ ക്രിസ്തുവിൻ്റെയും പ്രാർത്ഥന ക്രൂശിൽ കിടന്നിങ്ങനെ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ക്ഷമാപണത്തോടെ ആ വലിയ ഒരു പ്രാർത്ഥന മുമ്പോട്ട് വച്ചപ്പോൾ എന്താണ് അടുത്ത ഘട്ടം എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഈ പ്രാർത്ഥന ദൈവം കേട്ടു. ആ പ്രാർത്ഥനയുടെ ഉത്തരമായിരുന്നു വിശുദ്ധ പൗലോസ് എന്ന അഭിഷിക്തൻ്റെ ജനനം. എൻ്റെയും നിങ്ങളുടെയും ചിലതരം പ്രാർത്ഥനകൾ വലിയ അഭിഷിക്തൻ്റെ രൂപവൽക്കരണത്തിന് ഹേതുവാകുമെങ്കിൽ, നാശഗ്രസ്തമായ അനുഭവത്തിൽ നിന്ന് ദൈവം കണ്ടെത്തിയ ചിലരുടെ രൂപവൽക്കരണത്തിൻ്റെ സമയം സമാഗതമായി എന്ന് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കണം. ദേശത്ത് ദൈവത്തിന് ആവശ്യമുള്ള ചിലരുണ്ട്. ഈ കൺവെൻഷൻ തീരുമ്പോൾ, ഈ യോഗം തീരുമ്പോൾ കൊടും ക്രിമിനലുകൾ മാനസാന്തരപ്പെട്ട് നെടുമ്പാട് വീണ് കരഞ്ഞ് പാപത്തെക്കുറിച്ച് പശ്ചാത്താപ വിവശരായി യേശുവിനെ അനുഗമിക്കാൻ കഴിയുന്ന പരിസ്ഥിതി സംജാതമായി തീരണം. ഹല്ലേലൂയ. ചിലർക്ക് മതലഹരിയാണെങ്കിൽ ചിലർക്ക് മദ്യലഹരിയാണ്. ഇനി വേറെ ചില ആളുകൾക്ക് മയക്കുമരുന്നുകളുടെ ലഹരിയാണ്. ലഹരിക്കടിമപ്പെട്ടവൻ, സുബോധം നഷ്ടപ്പെട്ടവൻ, പൈശാചി ശക്തികൾക്ക് വിധേയപ്പെട്ടവൻ, ഇത്തരത്തിൽ പലതരത്തിൽ ആവഹിക്കപ്പെട്ട മനുഷ്യരാശിയെ വിടുവിക്കാൻ കഴിയുന്ന സന്ദേശം യേശുക്രിസ്തുവിൻ്റെ ക്രൂശാണ്. ആ ക്രൂശിൽ നിന്നൊഴുകുന്ന പുണ്യാഹ രക്തത്തിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ആ വീണ്ടെടുപ്പിനെ കരഗതമാക്കിയ പൗലോസ് തൻ്റെ അനുഭവം അങ്ങോട്ട് പ്രസ്താവിക്കുക. അല്ലയോ അഗ്രിപ്പാ രാജാവേ, ഒരു സ്വർഗീയ പ്രഭ, സൂര്യചന്ദ്രന്മാരുടെ പ്രഭയെ വെല്ലുന്ന ഒരു പ്രഭ എൻ്റെ കണ്ണിന് മീതെ വ്യാപരിച്ചപ്പോൾ ഒരു നിമിഷ നേരത്തേക്ക് ഞാൻ അന്ധനായി തീർന്നു, കാഴ്ച നഷ്ടപ്പെട്ടവനായി തീർന്നു, ഞാൻ തപ്പിത്തടയുന്ന പരിസ്ഥിതി വന്നു. എന്നാൽ ദൈവം എനിക്ക് വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങിയെത്താൻ കൃപയും കാരുണ്യവും കാട്ടി ഞാൻ ഇന്ന് പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. ആ പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി വന്ന നാൾ മുതൽ ഞാൻ യേശുവിൻ്റെ സാക്ഷിയായി യേശുവിനെ ശുശ്രൂഷിക്കാൻ പലയിടത്ത് പോകുന്നു, യേശുവിനെ പ്രസംഗിക്കുന്നു. അവൻ വാഗ്ദത്ത മശികയാണ് എന്ന ഉറപ്പ് പ്രാപിച്ചുമിരിക്കുന്നു. ഈ സന്ദേശം പൗലോസ് കൃത്യമായി അഗ്രിപ്പയോട് പറഞ്ഞിട്ട് ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞു, വരാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ച് പറഞ്ഞു. കേട്ട അഗ്രിപ്പ പറയാണ്, പൗലോസേ, നീ എൻ്റെ
ജീവിതത്തെ മാറ്റിമറിക്കുകയാണ്. നിൻ്റെ പ്രസംഗം കേട്ട ഞാൻ പെട്ടെന്ന് കേട്ട മാത്രയിൽ ഒരു കാര്യം മനസ്സിലാക്കുന്നു. നീ എന്നെ ക്രിസ്ത്യാനിയാകാൻ സമ്മതിപ്പിക്കുകയാണ്. എന്തൊരു വാക്കാണ് ഇത്! പണം കൊടുത്തല്ലോ, ദ്രവ്യം കൊടുത്തല്ലോ. ഒരു മജിസ്ട്രേറ്റ് ന്യായം വിധിക്കുമ്പോൾ പ്രതിയായി മുമ്പ് നിൽക്കുന്നവൻ്റെ വാക്ക് കേട്ടപ്പോൾ എനിക്ക് കൺഫസ് ചെയ്യണം, എനിക്ക് ഏറ്റുപറയണമെന്ന ബോധമാണ് സുവിശേഷത്തിൻ്റെ വാഗ്ദത്വം. ഏത് കൊടുമ്പാപിയും പാപമേറ്റ് പറഞ്ഞു വരാൻ പറ്റിയ പരിശുദ്ധ ഇടമാണ് യേശുവിൻ്റെ പാദപീഠം. അവിടെ ആര് വരുമോ പ്രായച്ചിത്തം ആ യേശുവിൻ്റെ ക്രൂശിലുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഈ അഗ്രിപ്പയ്ക്ക് അതിന് മനസ്സ് വന്നില്ല. പ്രേരണ വന്നു, മനസ്സ് വന്നില്ല. പ്രേരണയ്ക്ക് മനസ്സ് വിട്ടുകൊടുത്തില്ല. വചനം പ്രസംഗിച്ച ഞങ്ങൾ നിങ്ങൾ സ്നാനപ്പെടാൻ ആളുണ്ടോ എന്ന് പരതും. നിങ്ങൾക്ക് ഈ സത്യസന്ധമായ കാര്യം ഗ്രഹിച്ചിട്ട് സുവിശേഷ വേല ചെയ്യാൻ കഴിയുമോ എന്ന് അന്വേഷിക്കും. അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ആത്മപ്രേരണ കിട്ടിക്കിട്ടും പ്രചോദനം കിട്ടിക്കിട്ടും അങ്ങനെ വരാൻ കഴിയാത്ത മനുഷ്യർ നമുക്കിടയിലുള്ളതുപോലെ അഗ്രിപ്പ അയാളുടെ മനസ്സ് കഠിനമാക്കി. എന്നിട്ട് പറയാണ്, പൗലോസേ, നമുക്കിതിവിടെ ന്യായം വിധിച്ചൊക്കെ തീർക്കമായിരുന്നു. നിൻ്റെ കേസ് ഇവിടെ തീർക്കേണ്ടതാ. പക്ഷെ എനിക്ക് കഴിയാത്തൊരു കാര്യം, നീ കൈസറെ അഭയം ചൊല്ലി നീ കോടതി പോവാന്ന് കേട്ടു. അതുകൊണ്ട് ഓൾറെഡി ഇത് കോടതിയുടെ പരിഗണനയിൽ പോയൊരു വിഷയമായതുകൊണ്ട് നിന്നെ റിലീസാക്കാൻ എനിക്ക് കഴിയില്ല. പൗലോസ് സമ്മതിച്ചു. കാരണം പൗലോസിന് ആ കോടതിയോട് ഭയമില്ല. കാരണം വളരെ നാളുകൾ പ്രാർത്ഥിച്ചിട്ടാ റോമയിലേക്കുള്ള യാത്ര നടന്നിട്ട് ഈ കൈസറെ അഭിമുഖം കാണുന്നത്. ആരാണ് ഈ കൈസർ എന്നറിയണ്ടേ? ആയിരക്കണക്കിന് രാജാക്കന്മാരും നൂറുകണക്കിന് സാമന്തന്മാരും ഒക്കെ സ്വന്തമുള്ള ഒരു ചക്രവർത്തിയുടെ പേരാണ് കൈസർ. ഒരു സ്ഥാനപ്പേരാണ്. അയാളുടെ സാമ്രാജ്യ വലിപ്പം കേൾക്കണ്ടേ? 4000 മൈലാണ് അതിൻ്റെ നീളം, അതിൻ്റെ വീതി. 5000 മൈലാണ് അതിൻ്റെ നീളം. അപ്പോൾ 5000 മൈൽ നീളത്തിൽ 4000 മൈൽ വീതിയിൽ കിടക്കുന്ന വിശാലമായ ഒരു സാമ്രാജ്യം. ആ സാമ്രാജ്യത്തിൻ്റെ അധിപതിയെ എനിക്ക് നേരിട്ടൊന്ന് കാണണം. നമുക്കിന്ന് അങ്ങനെ ഒരു പ്രധാനിയെ കാണാൻ എത്ര കടമ്പ കിടക്കണം. അതാ റോമാ പൗരൻ്റെ കഴിവേ. റോമാ പൗരനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ചക്രവർത്തിയെ കാണണമെങ്കിൽ കണ്ടേ പറ്റൂ. അങ്ങനെയാണ് റോമിലെ നിയമം. അതുകൊണ്ട് അല്ലയോ പൗലോസേ, നിന്നെ വെറുതെ വിടാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ വെറുതെ വിടുന്നില്ല. ബിക്കോസ് നീ അഭയം ചൊല്ലി, കൈസറെ അഭയം ചൊല്ലി. നീ ചെല്ലുക, കൈസറെ കാണുക. ഇങ്ങനെ കൈസറെ കാണാനുള്ള ആ യാത്രയുടെ ഭാഗമായി 276 280ഓളം ആളുകളെ കയറ്റിയ ഒരു കപ്പലിങ്ങനെ പോവുകയാണ്. ഹിപ്പാലസ് എന്നറിയപ്പെടുന്നൊരു കൊടുങ്കാറ്റുണ്ട്. ഈ കാറ്റിൻ്റെ ഗതി അനുസരിച്ചാണ് കപ്പലിന് വേഗത കൂടുന്നത്. ഇതനുസരിച്ച് ഇങ്ങനെ യാത്ര ചെയ്യണം. പായ്ക്കപ്പലിലാണ് യാത്ര. യാത്ര മധ്യേ ഈ കപ്പൽ പോകുന്ന ആ ചാലുകളുണ്ട്. ആ ചാലിൽ ഈ കപ്പൽ നിരന്തരം അതുവഴി തന്നെ പായിച്ച് അനുഭവ സമ്പത്തുള്ള ക്യാപ്റ്റനും മാലുമിയും ഒക്കെ ഉണ്ട്. കപ്പലുമായി ബന്ധപ്പെട്ട ജീവനക്കാരുണ്ട്. പക്ഷെ പൗലോസ് എന്നവരോട് പറഞ്ഞ ഒരു കാര്യം, സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ വഴി പോകരുത്, ഈ വഴി പോകരുത്, അപകടം അവിടെ പതിയിരിപ്പുണ്ട്, മറ്റൊരു വഴി നമുക്ക് അവിടേക്ക് പോകാം. ഇത് കേട്ട മാത്രയിൽ ഈ പൗലോസിൻ്റെ വാക്കുകളെ അവർ വിശ്വസിച്ചില്ല. അനുഭവം കൊണ്ട് അവർ നേരിട്ടിട്ട് പറയുകയാണ്, സ്നേഹിത, ഇത് ഞങ്ങളുടെ ആദ്യ യാത്രയൊന്നുമല്ല, ഞങ്ങൾ വെൽ എക്സ്പീരിയൻസ്ഡ് ആണ്. ഈ കപ്പൽ ഈ കടലിലൂടെ പലയാവർത്തി ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. അനവധി കപ്പൽ ഛേദങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നീ പറഞ്ഞ വഴിക്കൊന്നും പോകാൻ കഴിയില്ല. എന്തുപറ്റി? നല്ല നിലയിൽ യാത്ര തിരിച്ച ഈ സംഘം കുറേ ദൂരം മുമ്പോട്ട് പോകുമ്പോഴേക്കും പ്രകൃതി ആകപ്പാടെ മാറി, അന്തരീക്ഷം ആകപ്പാടെ മാറി, കലുഷിതമായ ഒരു കാലാവസ്ഥ സംജാതമായി. വല്ലാത്ത ഭീതിജനകമായ ആ കാഴ്ച ആളുകളുടെ പ്രതീക്ഷ മുഴുവൻ നശിപ്പിച്ചു. ആ പ്രതീക്ഷയിൽ ഒരു കാര്യം ഓർത്തുകൊള്ളണം. ഈ യാത്രയിൽ പൗലോസിനോട് ഈ ക്യാപ്റ്റനുമൊക്കെ ഒരു കാര്യമാണ്, അറിവുള്ളൊരു മനുഷ്യൻ. മറ്റു കുറ്റമൊന്നുമല്ല അയാൾ ചെയ്തത്, എങ്കിലും ചങ്ങല ധരിപ്പിച്ചിട്ടുണ്ട്. ചങ്ങല ധരിപ്പിച്ച കുറേയധികം പടയാളികൾ, കുറേയധികം കുറ്റവാളികൾ ഈ വാഹനത്തിൽ യാത്ര ചെയ്യുന്നുണ്ട്. യാത്ര പുരോഗമിക്കുകയാണ്. അപ്പോഴാണ് ഈ കാറ്റും കോളും കടലുമൊക്കെ വന്ന് ഈശാനമൂലൻ എന്ന അതിശക്തമായ കാറ്റടിക്കുന്നു. കപ്പൽ ആടി ഉലയുന്നു. ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ ഓരോരുത്തർക്കും നഷ്ടപ്പെടുമ്പോൾ അന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന പൗലോസ് ഒരു ദർശനം കാണുകയാണ്. ആ ദർശനം കണ്ടിട്ട് സന്തോഷചിത്തനായി ഉണർന്ന് ആ സന്ദേശം അവരോട് പറയുകയാണ്, അല്ലയോ ക്യാപ്റ്റൻ, അല്ലയോ കപ്പൽ ജീവനക്കാരെ, നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിക്കാതെ ഈ വിധം ഒരു വഴി തിരഞ്ഞെടുത്തതാണ് ആപത്തിന് ഹേതു. ചിലപ്പോഴൊക്കെ ദൂതറിയിക്കുന്നവൻ്റെ ശബ്ദം ദുർബലമായിരിക്കുക, നിങ്ങളുടെ കയ്യിൽ ചങ്ങല ഉണ്ടായിരിക്കുക,
നിങ്ങൾ തളയ്ക്കപ്പെട്ട വ്യക്തിയായിരിക്കുക. ദൂതിൻ്റെ വിലയാണ് ഭക്തൻ്റെ വില എന്ന് ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞു കൊള്ളണം. ദൂതറിയിക്കുന്ന ആ ഭക്തൻ്റെ വാക്കുകളെ മുന്നോട്ട് മാറ്റിക്കളഞ്ഞുകൊണ്ട് പരിഗണന കൊടുക്കാതെ കപ്പൽ ചെന്നുപെട്ടത് വലിയ ദുരന്തത്തിലാണ്. അതുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ വാക്കിനേക്കാൾ നിങ്ങളുടെ ശാസ്ത്രവിധികളെ വിശ്വസിച്ചു. എൻ്റെ വാക്കുകളേക്കാൾ നിങ്ങൾ വിശ്വസിച്ചത് മറ്റു പലരും പറഞ്ഞ ആലോചനകളാണ്, അത് നിങ്ങളുടെ അനുഭവങ്ങളാണ്. പക്ഷേ ഇന്ന് സ്ഥിതി മാറിയിരിക്കുന്നു, പരിസ്ഥിതി മാറിയിരിക്കുന്നു, സാവകാശങ്ങൾ മാറിയിരിക്കുന്നു. ഇനി നിങ്ങൾക്കൊന്നേ ചെയ്യാനുള്ളൂ, ഒറ്റ കാര്യം. എന്താണത്? പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ ഈ യാത്രയിൽ നമ്മുടെ കപ്പലിന് ആപത്ത് വരും, കപ്പൽ തകരും, പക്ഷെ നിങ്ങളുടെ പ്രാണൻ ആപത്ത് വരത്തില്ല. നിങ്ങളൊക്കെ രക്ഷപ്പെടും. നല്ലൊരു കേൾക്കാൻ ആഗ്രഹിച്ച ദൂതാണ് അവർ കേട്ടത്. ചില നഷ്ടങ്ങൾ വരും, പക്ഷെ പ്രാണന് നഷ്ടം വരത്തില്ല. ചില നഷ്ടങ്ങൾ വന്നുകൊള്ളട്ടെ, അർഹതപ്പെട്ട നമ്മുടെ പ്രാണനുണ്ടല്ലോ, അതുകൊണ്ട് ഇനിയും നേടിയെടുക്കാൻ ചിലതുണ്ട്. ഇന്നലകളിലെ നഷ്ടങ്ങളെ മുഴുവൻ മുഖത്ത് നോക്കിയിട്ട് പറയണം, എനിക്ക് പ്രാണൻ തിരികെ തന്ന ദൈവം ചില പുതിയ നേട്ടങ്ങൾക്ക് വേണ്ടി എന്നെ ഇതുവഴി കൊണ്ടുവന്നതാണ്. അങ്ങനൊന്നും തോറ്റുകൊടുക്കാൻ കഴിയാത്ത വിധത്തിൽ എൻ്റെ മീതേ ഒരാത്മനിയോഗമുണ്ട്, ദൈവിക നിയോഗമുണ്ട്. ആടിയുലയുന്ന കപ്പലിൽ ഭക്ഷ്യവസ്തുക്കളെടുത്ത് കടലിൽ കളയാം, വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ പോകട്ടെ എന്ന് വെക്കാം. അതിനകത്ത് എന്തെല്ലാം കൊണ്ടുപോകുന്നുണ്ട്, അതൊക്കെ പോകട്ടെ. എൻ്റെ പ്രാണൻ അവൻ എനിക്ക് മടക്കി തന്നിരിക്കുന്നു, എൻ്റെ ജീവൻ അവൻ എനിക്ക് മടക്കി തന്നിരിക്കുന്നു. ആ ദൂതൊക്കെ പറഞ്ഞു. പക്ഷെ അവർ ദുഃഖിതരാണ്. 14 രാത്രികൾ ഭക്ഷണം കഴിക്കാതെ, ആ വേണ്ടത്ര ജലപാനം ചെയ്യാതെ കുറേ ആളുകൾ ഈ കപ്പലിൽ പോവുക. അവർക്ക് പലർക്കും രോഗങ്ങൾ പിടിക്കും, അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. കാരണം മരണപ്രതീക്ഷ തൊട്ട് മുമ്പിൽ വന്നാൽ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക? സ്വസ്ഥതയോടെ കഴിക്കാൻ പറ്റുമോ? അസ്വസ്ഥത നിങ്ങളെ വേട്ടയാടും. ഇന്ന് പല വീടുകളും ഇതുപോലെയല്ലേ പ്രിയപ്പെട്ടവരെ? എല്ലാം ഉണ്ട്. ആ കപ്പലിൽ ദിവസങ്ങൾ കഴിയാനുള്ള ആഹാരമുണ്ട്, ചൂടാക്കി കഴിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, കൽക്കരി കൊണ്ടുണ്ടാക്കിയ മറ്റ് അടുപ്പും സംവിധാനങ്ങളുമുണ്ട്. പക്ഷേ ഒന്നും വയ്യ, ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. എവിടൊക്കെയോ ഒരു യാന്ത്രികത അനുഭവപ്പെടുന്നു, എവിടൊക്കെയോ ഒരു കുറവനുഭവപ്പെടുന്നു. ഇന്ന് ദൂരത്തും ചാരത്തും ഈ വചനം കേട്ട് നിൽക്കുന്ന പ്രിയപ്പെട്ടവർക്കുള്ളിൽ ഇത്തരം ചില വേദനകൾ ഇങ്ങനെ അഭിരമിക്കുന്നുണ്ടെങ്കിൽ ഇതാ ഒരു ആശ്വാസത്തിൻ്റെ വചനം. 14 രാവുകൾ സ്വസ്ഥത നഷ്ടപ്പെട്ട നിന്റെ ജീവിതത്തിന് ഊടും പാവും നൽകുന്ന ഒരു ദൂത് ദൈവത്തിൻ്റെ വൃത്യൻ പ്രാപിച്ചിട്ട് പറയുക, എൻ്റെ ദൈവം, ഞാൻ സേവിച്ച് നിൽക്കുന്ന എൻ്റെ ദൈവം തൻ്റെ ദൂതനകച്ച് കഴിഞ്ഞ രാത്രി എന്നോട് സംസാരിച്ചു. ഹല്ലേലൂയ. മുഖാമുഖം സംസാരിക്കുന്ന ഒരു മഹാദൈവം, കാതുകളിൽ തൻ്റെ ശബ്ദം കേൾപ്പിക്കുന്ന ഒരു മഹാദൈവം. ഒരാളുടെ രക്ഷയല്ല, കപ്പലിൽ യാത്ര ചെയ്യുന്ന 276 ആളുകളുടെ രക്ഷയ്ക്ക് വേണ്ടിയും ഒരുവൻ മുഴങ്കാൽ മടക്കിയപ്പോൾ 2 മുഴങ്കാലുകൾ ഒരുമിച്ച് ഒരേ സമയത്ത് മടങ്ങിയപ്പോൾ 276 പേരുടെ പ്രാണന്റെ വില ഇത്രത്തോളം പ്രാർത്ഥനയിൽ അന്തർലീനമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഭക്തനവന്റെ പ്രവൃത്തി ചെയ്തെങ്കിൽ ഈ രാത്രി ഉണരട്ടെ ഭക്തൻ, പ്രാർത്ഥിക്കട്ടെ. ദേശത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി നാളുകളായി അസ്വസ്ഥപ്പെടുന്ന ജീവൽ പ്രതിസന്ധികളുടെ മീതെ ഒരു ജയം തരാൻ യേശുവിൻ്റെ സാന്നിധ്യം ഇത് നമ്മുടെ കൂടെയുണ്ട്. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. ആടിയുലയല്ലേ കപ്പൽ, പ്രതീക്ഷയില്ല. അതിസാരവും പനിയും ഒക്കെ വന്ന് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പുലഭ്യം പറയുന്നു. വെള്ളം കുടിക്കാൻ തോന്നുന്നില്ല, ആഹാരം കഴിക്കാൻ തോന്നുന്നില്ല, കഴിക്കുന്ന ഭക്ഷണത്തിന് ടേസ്റ്റ് ഇല്ല, കയ്യിൽ ധരിച്ചിരിക്കുന്ന ചങ്ങല അതുകൊണ്ട് ബുദ്ധിമുട്ടനുഭവിക്കുന്ന കുറേ തടവ് പുള്ളികൾ, അവർക്ക് മേൽതൊട്ടം വഹിക്കുന്ന കുറേ ഉദ്യോഗസ്ഥന്മാർ. ലക്ഷ്യം നഷ്ടപ്പെട്ട കപ്പൽ ഇത് ഇടിക്കും, ഇത് തകരും. മഞ്ഞുമലകളുണ്ട്, പാറക്കെട്ടുകളുണ്ട്, പടുകൂറ്റൻ തിരകളുണ്ട്. എവിടെയോ തകരുന്ന ഈ കപ്പലിനുള്ളിലെ യാത്ര പോലെ നിരാശപ്പെട്ട ജീവിതങ്ങൾ ഇന്ന് ഈ വചനം കേൾക്കുന്നെങ്കിൽ ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. ഒരു മുഴം കയറിൽ നീ ആത്മഹത്യ ചെയ്യേണ്ട വ്യക്തിയല്ല, ഒരു വിഷക്കുപ്പിയിൽ പ്രാണൻ നശിപ്പിക്കേണ്ട വ്യക്തിയല്ല, ഒരു കത്തെഴുതി വെച്ചിട്ട് ഇവിടം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് ജീവിതത്തിൽ നൂളിയിട്ട് പോകേണ്ട വ്യക്തിയല്ല. പലരും എഴുതി തള്ളിയ ഇടത്ത് നിന്ന് കരുത്തോടെ ശക്തിയോടെ അതിജീവിച്ചു വരാൻ ഒരു ദൈവകൃപ ഇന്ന് രാത്രി നിന്റെ മീതെ വ്യാപരിക്കുക, കുടുംബത്തിന് മീതെ വ്യാപരിക്കുക. നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിൻ്റെ അത്തരം കൃപകളെ മടക്കി വരുത്തിക്കൊണ്ട് ഒരു ലക്ഷ്യം നിനക്ക് തരാൻ കഴിയുന്ന മഹാദൈവം ഇന്ന് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. വചനത്തിൽ വിശ്വസിക്കണം, ദൈവത്തിൻ്റെ പ്രവർത്തിയിൽ വിശ്വസിക്കണം. പ്രിയരേ, ഇതാ അപ്പോസ്തലൻ ഇവരോട് പറയാണ്, നിങ്ങൾ ഇനി ഭക്ഷിക്കാതിരിക്കല്ലേ. പ്രഭാതത്തിൽ വിളിച്ചുണർത്തി. ഇവരെ വിളിച്ചുണർത്താൻ
ചങ്ങല ധരിച്ചൊരു മനുഷ്യൻ അനുഭവിക്കുന്ന പാടുറക്കണം, ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കണം. 14 ദിവസമായില്ല ഇന്ന്. നിങ്ങൾ ഭക്ഷണം കഴിക്കുക, അത് നിൻ്റെ പ്രാണൻ്റെ രക്ഷയ്ക്കുള്ളതാ. ഒന്നുകൂടി, ഈ യാത്രയിൽ ഈ കപ്പലിലല്ലാതെ നിങ്ങളുടെ ഒരു മുടി പോലും പൊഴിഞ്ഞു പോകാത്ത വിധത്തിൽ ഒരു സംരക്ഷണത്തിൻ്റെ കവചം ഈ കപ്പലിന് ചുറ്റുമുണ്ട്. ചിലരൊക്കെ കാണുന്ന ആടിയുലയുന്ന കപ്പലാണെങ്കിൽ ഭക്തൻ കാണുന്നത് സംരക്ഷണത്തിൻ്റെ കവചമാണ്. ചിലർ കാണുന്നത് പ്രളയ സമാനമായ അന്തരീക്ഷമാണെങ്കിൽ ഭക്തൻ കാണുന്നത് മാരിവില്ലിൻ്റെ മനോഹാരിതയാണ്. ജയമെടുക്കാൻ പ്രാർത്ഥനയോടെ നമുക്ക് അടുത്തിയല്ല കൊടുക്കും. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ദൈവമക്കളെ, ശാകുതം സശ്രദ്ധം നമുക്കൊന്ന് നോക്കാം. ഇവർ കുറേ ദൂരം പിന്നിട്ടു. പൗലോസിൻ്റെ ധൈര്യം കണ്ടപ്പോൾ അവർക്കും ധൈര്യം വന്നു. അവരും ഭക്ഷണം കഴിച്ചു. ധൈര്യമുള്ളവനോട് കൂടിയാൽ നമുക്കും ധൈര്യം ഉണ്ടാകും. നിരാശപ്പെട്ടവനോട് കൂടിയാൽ നിങ്ങൾക്ക് നിരാശയുണ്ടാകും. പ്രതീക്ഷ ഉള്ളവൻ്റെ ഒപ്പം ചേർന്ന് നിൽക്കാൻ ഭക്തൻ പഠിക്കട്ടെ. സ്വപ്നം കാണുന്നവനൊപ്പമേ, പ്രതീക്ഷ ഉള്ളവനൊപ്പമേ, ദർശനമുള്ളവനൊപ്പമേ, പ്രാർത്ഥന ഉള്ളവനൊപ്പമേ ഭക്തൻ അങ്ങോട്ട് യാത്ര ചെയ്യുക കൊടുക്കും. വളരെ രസകരമായൊരു കാര്യം ഇവിടെ നടക്കുക. കപ്പൽ കരയോട് ഏതാണ്ടൊക്കെ അടുക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഈയമിട്ട് കരയുമായുള്ള അകലം കണ്ടുപിടിക്കുന്നൊരു പഴയ സാങ്കേതിക വിദ്യ. ചാടിൻ്റെ അറ്റത്ത് ഈയം കെട്ടി ദൂരം എത്രയുണ്ടെന്ന് അറിഞ്ഞ് ഏതാണ്ട് കരയോടടുത്തു എന്നറിഞ്ഞപ്പോൾ ഈ കപ്പലിൽ നിന്ന് രക്ഷാപ്രവർത്തനത്തിന് ഏർപ്പെടുത്തിയിട്ടുള്ള കുറേ ആളുകൾ ഇവരെ രക്ഷിക്കാനെന്ന ഭാവത്തിൽ വള്ളം കടലിലിട്ടു. കടലിലിട്ടിട്ട് ഇവരെ ഇതിൽ കയറി രക്ഷപ്പെടാൻ പോവാ. എന്തിനാണെന്നറിയണ്ടേ? തടവുള്ളികൾ ഇതിനകത്ത് ചാകുന്നെങ്കിൽ ചാകട്ടെ, അതുമല്ലെങ്കിൽ മറ്റ് യാത്രക്കാർ ചാകുന്നെങ്കിൽ ചാകട്ടെ, സ്വയരക്ഷ. ഇത് പൗലോസിന് മനസ്സിലായി. അദ്ദേഹം അവിടെ പറയുന്നൊരു വാക്ക് അമ്പരപ്പിക്കുന്നൊരു പ്രയോഗമാണ്. സഹോദരന്മാരെ, ഇതാ കപ്പലോട് ബന്ധിച്ചിരിക്കുന്ന ചെറിയ വള്ളങ്ങളുണ്ട്. ആ വള്ളങ്ങൾ ഇവർക്ക് വെള്ളത്തിലെടുത്തിട്ടിരിക്കുക. എന്നിട്ട് കയറിൽ പിടിച്ചിറങ്ങി അവർ മാത്രം രക്ഷപ്പെടാനുള്ള ട്രിക്ക. അവരിതിൽ കഴിഞ്ഞല്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് ആ കയറ് വെട്ടിക്കളയുക. ഒരു കയറ് വെട്ടിക്കളഞ്ഞു. അവിടുത്തെ ഒരു പദപ്രയോഗം എന്നെ അമ്പരപ്പിച്ചേ. 276 പേര് യാത്ര ചെയ്യുന്ന കപ്പലിൽ പൗലോസ്ലീഹ പറയുക, ഈ കപ്പലിൽ ഇപ്പോൾ ഉള്ള വള്ളങ്ങളുണ്ടല്ലോ, രക്ഷാപ്രവർത്തനത്തിന് വേണ്ട വള്ളങ്ങൾ, അത് കയറുമായി ബന്ധിച്ചിരിക്കുക. അത് വെട്ടി ആ വള്ളം പൊക്കോട്ടെ. ഇവരെ കപ്പലിനെ നിയന്ത്രിക്കാനില്ലെങ്കിൽ അടുത്ത് സംഭവിക്കുന്ന ഇതിലും വലിയ ദുര്യോഗമാ. അടുത്ത വാക്കാ ശ്രദ്ധിക്കേണ്ടത്. അവർ കപ്പലിൽ കഴിഞ്ഞല്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. എന്നാൽ പിന്നെ പറയേണ്ടത് നമുക്കെന്നല്ലേ? നമ്മളെല്ലാം ഇതിൽ യാത്ര ചെയ്യല്ലേ? നമുക്കെന്നാ പറയണ്ടേ? നമ്മളെല്ലാം പോക്കാന്നാ പറയണ്ടേ? പക്ഷെ പൗലോസ് പറയുക, അവരിതിൽ നിന്നല്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. എന്താ കാര്യം? ഞാൻ സേവിച്ച് നിൽക്കുന്ന എൻ്റെ ദൈവം കഴിഞ്ഞ രാത്രി എൻ്റെ അരികിൽ വന്നൊരു ദൂത് പറഞ്ഞു, നീ കൈസറുടെ മുമ്പിൽ നിൽക്കും. ഞാൻ കൈസറുടെ മുമ്പിൽ നിൽക്കുമെന്ന് സ്വർഗത്തിലെ ദൈവം ഒരു ദൂത് പറഞ്ഞെങ്കിൽ, ഒരു പ്രവചനം പറഞ്ഞെങ്കിൽ, കപ്പലല്ല എൻ്റെ രക്ഷ, കെട്ടുവള്ളമല്ല എൻ്റെ രക്ഷ, എന്നെ അക്കരെ എത്തിക്കുമെന്ന് പറയുന്ന കപ്പിത്താനോ മാലുമിയോ അല്ല എൻ്റെ രക്ഷ. എൻ്റെ രക്ഷ ഉയരത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രക്ഷ സർവേശ്വരനിൽ നിന്ന് വരുന്നു. എൻ്റെ രക്ഷ വാഗ്ദത്തങ്ങളുടെ രക്ഷയാണ്. എൻ്റെ രക്ഷ പ്രവചനത്തിൻ്റെ രക്ഷയാണ്. എൻ്റെ രക്ഷ ദൂതിൻ്റെ രക്ഷയാണ്. പക്ഷെ നിങ്ങൾക്കതില്ലാത്തതുകൊണ്ട് ഇവരെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. ഇവരെല്ലാം കരക്കേറി. കരക്കെല്ലുമ്പോൾ നാട്ടുകാരെല്ലാം ഓടി വന്നു. ഈ അവസ്ഥ കണ്ടു. ചെറിയ തടിക്കട്ടയും കപ്പലിൻ്റെ അവശിഷ്ടങ്ങളും ഇതിലൊക്കെ ഒരു വിധത്തിൽ കരക്കേറിയ മനുഷ്യരാ. കനത്ത ശൈത്യമാണ്. ഈ മനുഷ്യരെ അവർക്ക് വെള്ളമൊക്കെ കൊടുത്തു, ഭക്ഷണമൊക്കെ കൊടുത്തു, സംരക്ഷിച്ചു. കിടുകിടുക്കുന്ന തണുപ്പിൽ തീയിട്ടു. ആ തീ കൊട്ടി ഇവർ ചുറ്റുമിരുന്ന് കായുക. 276 പേരെ സൽക്കരിക്കണമെങ്കിൽ ആ നാട്ടുകാർ എത്ര നല്ല മനുഷ്യരാണ്, എത്ര ശ്രമം നടത്തണം. കൊടുക്കും. ഈ തീ കൊട്ടുന്നതിൻ്റെ ഇടയിൽ പൗലോസ് പോയിട്ട് കുറേ ഇലകൾ, ചപ്പും കരിയിലൊക്കെ വാരിക്കൊണ്ടുവരിക. ഇത് വാരിക്കൊണ്ടുവന്ന് തീക്കുള്ളിലേക്ക് ഇടും. നമ്മളൊക്കെ ചെയ്യുന്ന, പഴയ കാലത്തൊക്കെ ചെയ്യുന്ന രീതി. തീ ആളിക്കത്തുകയാണ്. ഈ കൂടെ ജിജ്ഞാസ നിറഞ്ഞ ഒരു കാഴ്ച ആളുകൾ കാണാണ്. ആ മനുഷ്യൻ്റെ കയ്യിൽ ഒരു പാമ്പ് കടിക്കുന്നു. വിഷമുള്ള പാമ്പാണ്. അണലിയാണ് കടിക്കുന്നത്. അണലി
രക്തദാഹിയാണ്. അത് രക്തം കുടിക്കും. നമ്മുടെ ശരീര രോമകൂപങ്ങളിൽ കൂടി രക്തം പുറത്തു വരും. വളരെ പെട്ടെന്ന് ആൾ മരിക്കും. വളരെ പെട്ടെന്ന് അതിൻ്റെ അതിൻ്റെ എന്താ പറയുക എഫക്റ്റ് ഉണ്ടായിട്ട് വെനം ശരീരത്തിൽ വ്യാപരിച്ചിട്ട് നമ്മുടെ നെർവസ് സിസ്റ്റം അതൊക്കെ പെട്ടെന്ന് തകരും. നമ്മുടെ വെയിൻ അതെല്ലാം പ്രവർത്തന രഹിതമായി തീരും. ആകെ നമ്മളെ അത് സ്തംഭിപ്പിച്ച് കളയും. എത്ര വേഗത്തിലാണ് നമ്മുടെ കിഡ്നി ഫെയിലാകുന്നത്, കണ്ണുകളുടെ കാഴ്ച കുറയുന്നത്. ഒറ്റവാക്കി പറയാം, അപകടകാരിയായ ഒരു പാമ്പാണ് അണലി. അത് കൊത്തി അതിങ്ങനെ കടിച്ച് തൂങ്ങിക്കിടക്കുകയാണ്, പരമാവധി രക്തം കുടിച്ചെടുക്കുകയാണ്. ആട്ടെ, ഒരു വിശ്വാസിയാണ് ഇത് കരുതി പാമ്പ് കടിച്ചാൽ ആൾ ചാകാതൊന്നും ഇരിക്കില്ല. നമ്മളെ കടിച്ചാലും മറ്റുള്ളവരെ കടിച്ചാലും പൗലോസിനെ കടിച്ചാലും ആൾ മരിച്ചു പോകും. അല്ലെങ്കിൽ കടിയുടെ ഗൗരവം അനുസരിച്ച് ആപത്തെങ്കിലും വരും. അത് പ്രകൃതിയുടെ നിയമമാണ്. അങ്ങനെയെങ്കിൽ പൗലോസിനെ കടിച്ച് കുടയുന്നു. അദ്ദേഹമാകട്ടെ ഒന്നും ചെയ്യാതെ ഈ പാമ്പിനെടുത്ത് തീയിലേക്ക് ഇട്ട് കളയുന്നു. തീയിലേക്ക് ഇടുമ്പോൾ ആളുകളൊരു കമൻ്റ് പറയുകയാണ്, നീതി ദേവത ഇയാളെ ജീവിക്കാൻ അനുവദിച്ചില്ല. ഇയാളെ ഇത്രയും കുറ്റവാളികൾക്കിടയിൽ നിന്ന് രക്ഷപ്പെട്ട് കരയ്ക്ക് കയറി എന്നിട്ടും ഇതാ ഈ പ്രതിസന്ധി രൂപപ്പെട്ട് വരുമ്പോൾ ഈ മനുഷ്യനൊരു കുലപാതകനാണ്, ഈ മനുഷ്യനൊരു ദുഷ്ടനാണ്. കാരണം രക്ഷപ്പെടാനുള്ള അവസരം കിട്ടിയിട്ടും ദാ പാമ്പ് ഇയാളെ കടിച്ചു കൊല്ലാൻ തുടങ്ങുന്നു. അയാൾ ചീർത്തു വീഴും, അയാളുടെ കണ്ണുകൾ തുറിച്ചു വരും, അയാളുടെ രോമകൂപങ്ങളിലൂടെ ബ്ലഡ് പുറത്തു വരും, അയാൾ രക്തം ഛർദ്ദിക്കും, അയാളിവിടെ മരിച്ചടങ്ങും. പ്രതീക്ഷയോടെ നിൽക്കുക. ഇതാണ് ലോകം. എപ്പോഴും കമൻ്റ് പറയുന്ന ലോകം കാഴ്ചകളാൽ വിധിക്കുമ്പോൾ ഹൃദയങ്ങളെ വിധിക്കുന്ന ഒരു നല്ല ദൈവം നമുക്കായി ജീവിക്കുന്നു. ഒരു നല്ല ദൈവം നമുക്കുള്ളതോർത്ത് നമുക്ക് ദൈവത്തിന് മഹത്വം അർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, വേദനിക്കുന്ന ഭാരപ്പെടുന്ന ജീവിതങ്ങളുടെ നടുവിൽ പൗലോസ്ലീഹ മരിച്ചു വീഴുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ അവനൊന്നും ഭവിച്ചില്ല. ഒന്നും സംഭവിക്കാത്ത അതിജീവനം എങ്ങനെ കിട്ടിയെന്നറിയണ്ടേ? പാമ്പിന് വിഷമില്ലാഞ്ഞിട്ടല്ല, പൗലോസ് ഒരു ദൂതനൊന്നുമല്ല, നിങ്ങളെപ്പോലെ എന്നെപ്പോലെ ഒരു സാധാരണ മനുഷ്യൻ. പക്ഷെ എന്താ കാര്യം? വാഗ്ദത്തം കൂടെയുള്ളവനെ കൊലപ്പെടുത്തി തകർക്കാൻ ഒരണലിക്കും സാധിക്കയില്ല. നീ കൈസറുടെ മുമ്പാകെ നിൽക്കുമെന്ന് ഒരു ദൂത് ജീവിതത്തിലുണ്ടെങ്കിൽ മരണതുല്യമായ പ്രതിസന്ധി ജീവിതത്തിൻ്റെ തൊട്ടു മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ തലനാരിഴക്കത് മാറിപ്പോകാൻ കാരണമെന്താ? ഒരു വാഗ്ദത്തം നിന്റെ മീതെ, ഒരു പ്രവചനം നിന്റെ മീതെ, ഒരാലോചന നിന്റെ മീതെ. സ്നേഹിതാ, നീ പ്രാപിച്ചെടുത്ത ദൂതിൻ്റെ ബലത്തിലാ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. പ്രാപിച്ചെടുത്ത ആലോചനയുടെ ശക്തിയിലാ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. പ്രാപിച്ചെടുത്ത ദൈവകൃപയാ ഭക്തന്റെ ശക്തി. ആ ശക്തി ജീവിതത്തിൽ സാധിച്ചെടുത്ത് നമുക്ക് പറയാം, ഈ അത്യന്ത ശക്തി നമ്മുടെ സ്വന്തമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയെന്ന് വരേണ്ടതിന് പകരപ്പെട്ടിരിക്കുന്നത് ഈ മൺകൂടാരങ്ങളിൽ, നമ്മുടെ മൺകൂടാരങ്ങളിൽ പകരപ്പെട്ടിരിക്കുന്ന അത്യന്ത ശക്തിയുടെ വ്യാപാരം കൊണ്ട് പൗലോസ്ലീഹ എന്ത് ചെയ്തു? ഇതിനെ കുടഞ്ഞു കളഞ്ഞു. മുമ്പേ പറഞ്ഞ ആളുകളെല്ലാം കൂടെ പറഞ്ഞു, ഇദ്ദേഹം ഒരു വലിയ മനുഷ്യനാട്ടോ, ഇദ്ദേഹം ഭക്തനായൊരു മനുഷ്യനാണ്. ആദ്യം പറഞ്ഞത് തള്ളിയ പോലെ ഇതിനും ഗൗരവം കൊടുക്കരുത്. നാട്ടുകാരൻ പലതും പറയും, ലോകം പലതും പറയും. അവഹേളിക്കുമ്പോൾ തള്ളിക്കളഞ്ഞ പോലെ പ്രശംസകളെയും തള്ളിക്കളയാൻ പഠിക്കണം. ചിലതരം പ്രശംസകളും നമുക്ക് ആവശ്യമില്ല. നാഥന് ക്രൂശുമരം വിധിച്ച ലോകം തരുന്ന പ്രശംസ അതൊക്കെ താൽക്കാലികമാണ്. നാഥന് മുൾമുടി നൽകിയ ഈ ലോകം നമുക്ക് തരുന്ന പ്രശംസകളൊക്കെ താൽക്കാലികമാണ്. നമുക്ക് വേണ്ടത് സ്വർഗീയ പ്രത്യാശയാണ്, ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ കാരുണ്യമാണ്. ലോകപ്രകാരമുള്ള ആദരവുകൾക്കൊക്കെ അപ്പുറത്ത് എൻ്റെ ദൈവം എന്നെ കാണുന്നു എന്ന ബോധ്യമാണ്. എന്തിനാ പറഞ്ഞേ? ബഹുമാനരി, സുവിശേഷം ഇങ്ങനെയുള്ള കഷ്ടതകളിലൂടെ പ്രാപിച്ച, ഈ വേദനകളിലൂടെ പ്രാപിച്ചതാ. അതിൻ്റെ പരിണിതിയെക്കുറിച്ച് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അപ്പോഴേക്ക് സമയമെത്തും. നിങ്ങൾക്ക് അറിയണ്ടേ, പൗലോസിനെ വിചാരണ ചെയ്തിട്ട് അവസാന ഘട്ടം എത്തുമ്പോഴേക്കും ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കുക. ആ ജയിൽ ശിക്ഷയ്ക്കുള്ളിൽ അത് നമ്മളിന്ന് കേൾക്കുന്ന പോലെ സുഖമുള്ള ഒരു കാര്യമല്ല. ഏതാണ്ട് 4 അടി നീളത്തിൽ 4 അടി വീതിയിൽ സമചതുരമുള്ള ഒരു കുഴിയാണ് റോമിലെ ജയിൽ എന്ന് പറയുക. ഒരു കുഴിക്ക് ആഴമുണ്ട്, ഒരു 20 അടി വരെ വരും.
ഞാൻ ഇത്തരം ചില ജയിലുകൾ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു മനുഷ്യനാണ്. അത് തൂക്കനായിട്ട് ഇങ്ങനെ പണിതിരിക്കുകയാണ്. നമുക്ക് പിടിച്ചു കയറാനൊന്നും വഴിയില്ല. അതിലേക്ക് മനുഷ്യനെ ഇറക്കുന്നത് നെഞ്ചിൽ ചങ്ങലയോ കയറോ ഒക്കെ കെട്ടി താഴേക്ക് ഇറക്കുകയാണ്. ഇത് പലപ്പോഴും ഗുഹകൾക്കുള്ളിലാണ് ഇങ്ങനെ കുഴിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ചെല്ലണമെങ്കിൽ ഗുഹയിൽക്കകത്ത് കയറുമ്പോൾ കുറേ അഴിയിട്ടിട്ടുണ്ട്. ആ അഴികൾക്കിടയിൽ കൂടി ഇങ്ങനെ എത്തിക്കുത്തി വലിഞ്ഞ് താഴെ കിടക്കുന്ന മനുഷ്യനെ കാണാം. 20 അടി താഴ്ചയിൽ. ഈ കുഴിക്കകത്താണ് ഈ ആൾക്ക് കിടക്കാനും ധരിക്കാനും ഉടുക്കാനും ഒക്കെ ആയിട്ട് ഒരു ചാക്ക് കഷ്ണം കൊടുക്കും. ഇതിലാണ് ജീവിതം. ഇനി മറ്റൊന്ന്, ഇതിനകത്തൊരു കുഴിയുണ്ട്, മാറിയൊരു കുഴി. ഒരു ഓവ് ചാലിലെ വെള്ളം അവിടെ വന്ന് വീഴുന്നുണ്ട്. ദിനകൃത്യങ്ങൾ ചെയ്യാനുള്ള സൗകര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊഴിച്ച് അത് ഓവിലൂടെ കളയാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അത്തരം വൃത്തിഹീനമായ ഒരു പരിസരത്താണ് ദീർഘവർഷങ്ങൾ ഈ സുവിശേഷത്തിന് വേണ്ടി പോരാടിയ ഒരു ദൈവവൃത്തനെയും കൊണ്ടിട്ടത്. നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ പാടുന്ന കുഞ്ഞുങ്ങളുണ്ട്. നാളെയും കർത്താവിൻ്റെ ദിവസം വരും. ഞാനിന്ന് വരുന്നത് വടക്കാഞ്ചേരി എന്നൊരു സ്ഥലത്തു നിന്നാണ്, തൃശ്ശൂർ ജില്ലയുടെ അങ്ങേയറ്റം. ഒരു ഫ്യൂണറലിന് പോയതാണ്. ഓടിയെത്താൻ പറ്റുമെന്നൊന്നും അറിയില്ലായിരുന്നു. നല്ല തിരക്കിൽ നല്ല കഷ്ടപ്പെട്ട് വണ്ടി അതിവേഗത്തിൽ ഓടിച്ചൊക്കെയാണ് ഇവിടെ എത്തിയത്. ഈ പാട്ട് പാടുന്ന കുഞ്ഞുങ്ങൾ, കീബോർഡ് വായിക്കുന്നവർ, പ്രസംഗിക്കുന്നവർ, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സേവനം ചെയ്യുന്ന ഒരാൾ, അയാളുടെ സേവനത്തിന് ഒരു കോൾ ഷീറ്റ് ആവശ്യപ്പെടുന്നത് തെറ്റാണോ? തുറന്ന് ചോദിക്കുക. ഷർജൻ പാസ്റ്ററെ, ഞാൻ പ്രസംഗിക്കാൻ വന്നു, എനിക്ക് ഇന്ന കാര്യമൊക്കെ ചെയ്താൽ കൊള്ളാം. ഇത്ര കിലോമീറ്ററിൽ നിന്ന് വന്നാണ്. വണ്ടി ഓടിക്കാനൊരു സഹോദരനുണ്ട്, എനിക്ക് ചിലവുണ്ട്. എന്നിട്ട് ഞാനൊരു കോൾ ഷീറ്റ് ചോദിക്കുന്നത് തെറ്റുണ്ടോ? ഉണ്ടെന്ന കീബോർഡ് കൊണ്ടുവന്ന ആളിന്, കമ്പോസർ വായിക്കുന്ന ആളിന്, സാക്സോഫോൺ ഉണ്ടെങ്കിൽ പാട്ടുകാർക്ക് എൻ്റെ അഭിപ്രായം തെറ്റൊന്നുമില്ല. അയാളുടെ താലന്തിന് അയാൾ വില പറഞ്ഞതിന് എന്താ കുഴപ്പം? അയാൾ കഷ്ടപ്പെട്ടല്ലേ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അന്യ പാടാ അതൊക്കെ ചെയ്യാൻ. ആ ടാലൻ്റ് വിലമതിക്കണം. ഒരു പ്രസംഗത്തിന് നല്ല കഷ്ടപ്പാടുണ്ട്, അത് വിലമതിക്കണം. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് മിനിസ്ട്രിയാണ് എന്ന് പറയാൻ പാടില്ല. മനസ്സിലായില്ല? അയാളുടെ താലെന്താണത്? പിടികിട്ടിയ നിങ്ങൾക്കില്ല. ഞാൻ അതുകൊണ്ട് പറയും, അവർക്ക് വേണ്ട പരിഗണന കൊടുക്കണം. ബട്ട് അവരുടെ മിനിസ്ട്രി ആണെന്ന് എന്നോട് പറഞ്ഞാൽ സമ്മതിക്കില്ല. ടാലൻ്റാണെന്ന് പറയണം. ടാലൻറ്റിന് വില പേശിക്കോളൂ, അത് മിനിസ്ട്രി അല്ല. പിന്നെ മിനിസ്ട്രി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടൊന്നും പാടല്ല, കരഞ്ഞുകൊണ്ടൊന്നും പ്രസംഗിക്കല്ല. ഏത് പരിസ്ഥിതിയിലും പൊരുത്തപ്പെടുന്നതാണ് ശുശ്രൂഷ. എനിക്ക് സന്തോഷമില്ല, എന്നതാ കാണിച്ചു തരുന്നത്. ഇപ്പോൾ ബോധ്യപ്പെടുത്തി തരാം. പൗലോസ് ഇതിനകത്ത് കിടക്കുമ്പോൾ എഴുതിയ കുറേ പുസ്തകങ്ങളുണ്ട്. അത് തിമത്യോസിൻ്റെയും തീത്തോസിൻ്റെ ഒക്കെ ലേഖനങ്ങളാണ്. ആ ലേഖനങ്ങൾ പിറവി കൊള്ളുന്നത് ഇത്തരം ജയിലിൽ കിടന്നുകൊണ്ടാണ്. ഇത് നമ്മുടെ പക്കലേക്ക് എത്തിച്ചു തരാൻ, എഴുതിയെടുക്കാൻ ആളുകൾ വരണം. എഴുതിയെടുക്കുന്നത് ഇന്നത്തെ പോലെ A4 സൈസ് പേപ്പറും പേനൊന്നുമില്ല. പകരമുള്ളത് മൃഗങ്ങളുടെ തോല് സംസ്കരിച്ചെടുത്ത് പ്രത്യേക ആംഗിളിൽ കട്ട് ചെയ്ത് പേപ്പർ ഷീറ്റ് പോലെ ആക്കി അതിലെഴുതുന്നത്. അപ്പോൾ എപ്പഫ്രാഡിറ്റസ് അല്ലെങ്കിൽ തീത്തോസ്, അതല്ലെങ്കിൽ സ്വസ്തനസ്, ഇങ്ങനെയൊക്കെയുള്ള ചില ആളുകളാണ് എഴുതാൻ വരുന്നത്. എഴുതാൻ ഈ ജയിലിൽ കയറണമെങ്കിൽ പടയാളികളുടെ പെർമിഷൻ വേണം, അവരെ അനുവദിക്കണം. എത്ര ടൈം, അടുത്ത നാഴികമണി കേൾക്കുമ്പോഴേക്ക് നീ നിർത്തിപ്പോണം. അതൊക്കെ കണ്ടീഷനിൽ കയറുകയാണ്. 20 അടി താഴെ കിടന്നുകൊണ്ടൊരു മനുഷ്യൻ മുകളിൽ നിൽക്കുന്ന കൂട്ടുകാരനോട് പറയുകയാണ്, എഴുതുക. അദ്ദേഹം ഇതെല്ലാം കേട്ടെഴുതുക. ഇത് ബൈബിളാകുമെന്നും നമ്മളിന്ന് പ്രസംഗിക്കുന്നൊന്നും ഈ രണ്ടുപേർക്കും അറിയില്ല. വാസ്തവം പറഞ്ഞാൽ ഏകാഗ്രതയോടെ പക്ഷെ ഒരു ജോലി ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് പറയുകയാണ്, നീ ഇതുകൊണ്ട് എഫെസോസിൽ കൊടുക്കണം. എന്നിട്ട് ലവോദിക്കയ്ക്ക് ഞാൻ എഴുതിയ ലേഖനം മേടിച്ച് അവിടെ കൊടുക്കണം.
നീ സഹോദരൻ മാർക്കോസിനെ വരുമ്പോൾ കൊണ്ടുവരണം. ഇത്യാദി കാര്യങ്ങളെല്ലാം കൊണ്ട് പറയുമ്പോൾ എഴുതാൻ നിൽക്കുന്ന പുള്ളി, ഇനി റോമാലേഖനം എഴുതുന്നത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. 16 അധ്യായമുള്ള റോമാലേഖനം എഴുതാൻ എത്ര തുകൽ ചുരുൾ വേണമെന്ന് ആലോചിച്ച്, എത്ര സമയം സ്പെൻഡ് ചെയ്യണം. ഈ എഴുത്തുകാരൻ വന്നേ എഴുത്തെല്ലാം കഴിഞ്ഞ് പിരിയാൻ നേരം ഒരു വണ്ടിക്കാശ് കൊടുക്കാൻ പൗലോസിൻ്റെ ഇല്ല, ഒരു ചായക്ക് കാശ് കൊടുക്കാനില്ല. പോകുന്ന വഴിക്ക് ഒരു ചായ കുടിച്ചു ഇല്ല. ഈ സ്വസ്ഥനേസൊക്കെ കോൾ ഷീറ്റ് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ നമ്മളങ്ങനെ ഇവിടെ വരും. സന്തോഷമില്ല നിങ്ങൾക്ക്? ഈ പുസ്തകത്തിനൊന്നുള്ളതല്ല, എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ നല്ലത്. സന്തോഷമില്ല നിങ്ങൾക്കല്ലേ? ഹല്ലേലൂയ. എന്തെങ്കിലുമൊക്കെ കിട്ടിയില്ലെങ്കിലും നല്ലത്. സന്തോഷമുണ്ടോ? കണ്ടോ, എല്ലാ സന്തോഷവും പോയി. സ്നേഹിത, നമ്മുടെ വഴി ഇവിടെ അല്ലെന്ന്. പോകുന്ന വഴിക്ക് നമ്മുടെ അനുഗ്രഹം, ചെല്ലുന്ന വഴിക്കുണ്ടോ നമ്മുടെ അനുഗ്രഹം. ഹല്ലേലൂയ. ചെല്ലുന്ന വഴിക്ക് നമ്മുടെ അനുഗ്രഹം നമ്മളെ നോക്കി തുടിക്കുന്നുണ്ട്, നമ്മളെ കാത്തിരിപ്പുണ്ട്. സംഘാടകരോടല്ല എൻ്റെ അനുഗ്രഹം, യോഗത്തിന് വിളിച്ചവരോടല്ല എൻ്റെ വഴികൾ. എനിക്ക് വേണ്ടി വിശാലമായ വഴിയൊരുക്കുന്നൊരു ദൈവിക വാഗ്ദത്തം ഹൃദയത്തിൽ ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്ന ഒരു മഹാദൈവം. ഹല്ലേലൂയ. ഇന്നിതൊക്കെ മാറിയെന്നേ. ഈ കൺസെപ്റ്റൊക്കെ മാറിയപ്പോഴാണ് നമ്മുടെ പാട്ടിനും പ്രസംഗത്തിലും യോഗത്തിലും അനിവാര്യമായ ചൈതന്യം നഷ്ടപ്പെട്ടതെന്ന്. അതിനെ കൃത്രിമമായിട്ടൊക്കെ കൂട്ടാനുള്ള വിദ്യയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാ. നമുക്ക് ജെനുവിനായിട്ടൊന്ന് തിരിച്ചു വരണം. സന്തോഷമാണോ? നമുക്കൊന്ന് തിരിച്ചു വരണം. ആ പാതയിലൂടെ ഒന്ന് തിരിച്ചു വരണം. ആ കഷ്ടതയിലൂടെ ഒന്ന് തിരിച്ചു വരണം. നേരാം വണ്ണം ഈ പുസ്തകത്തിന് വേണ്ടി നിൽക്കാൻ, വില കൊടുക്കാൻ തയ്യാറുള്ള ഒരു ജനത ഇന്ന് രാത്രി ഉണരണം ഇവിടെ. എൻ്റെ പാട്ട് യേശുവിന് വേണ്ടി, എൻ്റെ പ്രസംഗം യേശുവിന് വേണ്ടി, ഈ കൈത്താളം യേശുവിന് വേണ്ടി, ഈ ഹൃദയത്തിൻ്റെ സ്പന്ദനം യേശുവിന് വേണ്ടി, പ്രതിഫലേച്ഛ കൂടാതെ യേശുവിന് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു പുനഃസമർപ്പണം ആർക്കാണ് തയ്യാറുള്ളത്? ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസത്തെ ഈ പൗലോസ് ഒരു കാഴ്ച കണ്ടു. അദ്ദേഹത്തിൻ്റെ ഈ സെല്ലിൻ്റെ മുമ്പിലുണ്ടെന്ന് ഒരു പോസ്റ്റ് ഒട്ടിച്ചിട്ട് പോവാം. ആ പോസ്റ്റിലുണ്ട് ഡീറ്റെയിൽ അല്ല. തർസോസിലെ ശൗൽ എന്ന് വിളിപ്പേരുള്ള പൗലോസ്, താങ്കൾ ചെയ്ത കുറ്റം രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം ലംഘിച്ച് സുവിശേഷം പറഞ്ഞു. ശിക്ഷാ നടപടി ഈർച്ചവാളിനാൽ കൊല്ലുക, തടിയിറക്കുന്ന വാളിന്. റോമിലൊരു പ്രശ്നമുണ്ട്. ഈ ശിക്ഷ വിധിക്കുകയുള്ളൂ, എപ്പോഴാണെന്ന് പറയില്ല. നാളെ മുതൽ എപ്പോൾ വേണമെങ്കിലും തലയിറക്കാം. നീണ്ടുപോകാനാണ് സാധ്യത. നീണ്ടു പോകുന്ന ഘട്ടത്തിൽ പൗലോസ് ഒടുവിലെഴുതുന്ന 3 ലേഖനാണ് തിമോഥെയോസും തീത്തോസും. അതിൽ പറയാം, തിമോഥെയോസേ, നീ വേഗത്തിൽ എന്നെ കാണാൻ ഉദ്ദേശിക്കുക, ഉത്സാഹിക്കുക. നീ വരുമ്പോൾ ഞാൻ കർപ്പോസിൻ്റെ പക്കൽ വച്ചിട്ട് പോകുന്ന പുതപ്പും പുസ്തകങ്ങളും ചർമ്മലിഖിതങ്ങളും കൊണ്ടുവരണം. മറ്റൊന്ന്, മാർക്കോസ് എനിക്ക് പ്രയോജനമുള്ളവനാകാൽ അവനെയും കൊണ്ടുവരണം. ദൈവവൃത്തിന് അവസാനം ആവശ്യപ്പെട്ട ആകെക്കൂടിയുള്ള ഭൗതികമായ കാര്യം ബാങ്ക് ബാലൻസിനെ പറ്റിയല്ല, നല്ലൊരു ആഹാരം കഴിക്കണമെന്നല്ല. ആകെപ്പാടെ ആവശ്യപ്പെട്ടത് പുതപ്പും പുസ്തകങ്ങളും ചർമ്മലിഖിതങ്ങളും കൊണ്ടുവരണം. ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്. കാലം കുറെ കഴിഞ്ഞ് ശീതകാലം കഴിയും മുമ്പ് വരാൻ ഉത്സാഹിക്കുക എന്ന വചനം പോലെ പൗലോസിനെ കാണാൻ ചെല്ലുന്ന തിമോഥെയോസിനെ കാത്തിരുന്നത് മറ്റൊരു സന്ദേശമായിരുന്നു. കാവലാൾ ചോദിച്ചു, നീ എന്തിനു വന്നു? പേരെന്താ? തിമോഥെയോസ്. എന്തിനാ വന്നേ? എൻ്റെ ഗുരുവിൻ്റെ ഒരു കത്തുണ്ടെന്ന് കാണാൻ. ഗുരുവിൻ്റെ പേര് തർസോസിലെ ശൗൽ എന്ന് വിളിപ്പേരുള്ള പൗലോസ്. നിൻ്റെ പേര് തിമോഥെയോസ്. തിമോഥെയോസ്, യു ആർ സോ ലേറ്റ്. നീ താമസിച്ചു പോയി. ഇന്ന് പ്രഭാതത്തിൽ സൂര്യോദയത്തിന് മുമ്പ് നിൻ്റെ ഗുരുവിനെ ശിരച്ഛേദം ചെയ്യാൻ
അകലെ കാണുന്ന കുന്നിൻ ചരിവിൽ അതുവഴി ഒഴുകുന്ന 3 ജലധാരകൾ സംഗമിക്കുന്നൊരു സ്ഥലമുണ്ട്. അതിൻ്റെ അരികിൽ തടിയിറക്കുന്ന വാളിന് ഘട്ടം ഘട്ടം അറുത്ത് ആ ശരീരം പക്ഷികൾക്ക് ഇട്ടുകൊടുക്കും. അതൊക്കെ ഇപ്പോൾ കഴിഞ്ഞു കാണും. തിമോഥെയോസ്, നിൻ്റെ ഗുരു ഒരു നല്ല മനുഷ്യനായിരുന്നു. ഇതുവഴി പോകുന്ന തടവ് പുള്ളികളൊക്കെ ഞങ്ങളെ നോക്കി പരിഹസിച്ചും ചീത്ത പറഞ്ഞും മരണഭയം കൊണ്ട് സമനില വിട്ടും പോകുമ്പോൾ പ്രഭാതത്തിൽ കുളിച്ചു ശുദ്ധനായി മരണം വരിക്കാൻ ഇറങ്ങി പുറപ്പെട്ട നിൻ്റെ ഗുരുവിൻ്റെ മുഖത്തും പ്രത്യാശയുടെ സൂര്യോദയം ഞങ്ങൾ കണ്ടു. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഭക്തന് നേരിടുന്ന ഒരു വിപത്തും തകർച്ചയല്ല, ഒരു പുതുലോകത്തിലേക്കുള്ള കൺതുറക്കലാണതെങ്കിൽ പ്രത്യാശയുള്ളവരായി വേണം ഇന്ന് രാത്രി വചനം കേട്ട് നിങ്ങൾ ഓരോരുത്തരും മടങ്ങിപ്പോകാൻ. ഹല്ലേലൂയ. വിശുദ്ധന്മാർക്കൊരിക്കലായി ഫലമേൽപ്പിച്ച ഈ അതിവിശുദ്ധ വിശ്വാസത്തിൻ്റെ ചിന്താധാര ആ നിലയിൽ ഭക്തന്റെ കരുത്തിനെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ നാളുകളിൽ ദൈവത്തിന് വേണ്ടി അധികം നിൽക്കാൻ കഴിയുന്ന ഒരു പുത്തൻ നിയോഗത്തിന് നമ്മളെല്ലാം പ്രാപ്തരാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആടികളിയുന്ന കപ്പലിൽ യാത്ര ചെയ്ത മനുഷ്യന് അവിടുന്ന് കിട്ടിയ വിടുതൽ, അടുത്ത ഘട്ടം അണലി കടിച്ച് കൊല്ലാൻ നേരം അവിടുന്ന് കിട്ടിയ വിടുതൽ, ജീവിതം മുഴുവൻ നമ്മൾ കാത്തിരിക്കുന്നത് വിടുതൽ വിടുതൽ എന്നൊരു പദത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ ഞാനൊന്ന് കൃത്യമായി പറയാം. ചിലപ്പോഴൊക്കെ അവൻ നമുക്ക് സൗഖ്യം തരും, ചിലപ്പോഴൊക്കെ അവിടെ നമ്മളെ ആശ്വസിപ്പിക്കും. ചില ഘട്ടങ്ങളിൽ അവിടുത്തെ കഷ്ടതയുടെ ഭാഗമാക്കാൻ, കഷ്ടനഷ്ടങ്ങളുടെ ഭാഗമാക്കാൻ അവൻ നമ്മെ തിരഞ്ഞെടുത്തെങ്കിൽ നാഥാ, സൗഖ്യവും സന്തോഷവും തന്ന നിനക്ക് ഞങ്ങൾക്ക് കഷ്ടത അനുഭവിപ്പാൻ നീയാണ് കൃപ തന്നതെങ്കിൽ അതിനെ സഹിപ്പാൻ വരം തരണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇന്നതൊക്കെ നഷ്ടപ്പെട്ട അനുഭവമായി മാറി. പക്ഷെ കഷ്ടതയ്ക്കൊരു ശക്തിയുണ്ട്, അത് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. എന്താണ് ആ കഷ്ടതയുടെ ശക്തി? അത് അനുഭവിച്ചറിഞ്ഞ ആളുകൾ ക്രൂശിൻ്റെ ചുവട്ടിൽ നിൽപ്പുണ്ട്. ക്രൂശിൻ്റെ ചുവട്ടിൽ ഏതാനും ആളുകൾ നിൽക്കുന്നു. സഹോദരിമാരുണ്ട്. ക്രൂശിൻ്റെ അരികിൽ ധന്യനായ യോഹന്നാനുണ്ട്. യോഹന്നാൻ ഒരു കാഴ്ച കണ്ടു. കടലിന്മീതെ നടന്നവൻ്റെ കാലുകളിൽ ആണിയടിച്ചിരിക്കുന്നു. കുഷ്ഠരോഗിയെ സൗഖ്യമാക്കാൻ കരം നീട്ടിയവൻ്റെ കരം ആണിയടിച്ച് ബന്ധനസ്ഥനാക്കിയിരിക്കുന്നു. ഞാൻ മാറോട് ചേർത്ത് കിടന്ന ആ യേശുവിൻ്റെ ശരീരം വിരാപ്പുറം കുത്തിത്തുളയ്ക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ പലയാവർത്തി സാന്ത്വനം കണ്ടെത്തിയ അവൻ്റെ ശിരസും നെഞ്ചുമൊക്കെ അടിയേറ്റ് പുകഞ്ഞു പുളഞ്ഞിരിക്കുന്നു. പ്രാണൻ പിടയുന്ന ആ കാഴ്ചക്ക് നടുവിൽ അപ്പോസ്തലൻ ചിന്തിച്ചതെന്താകും? നാഥ, ഞങ്ങളിതുവരെ കണ്ടത് സൗഖ്യം, ഇതുവരെ കണ്ടത് വെള്ളത്തിന്മീതെ നടക്കുന്ന കാഴ്ച, ഇതുവരെ കണ്ടത് സൗഖ്യമാകുന്ന കാഴ്ച. ആയിരങ്ങളെ സൗഖ്യമാക്കിയ, ഇരമ്പിപ്പായുന്ന വെള്ളത്തിൻ്റെ മീതെ നടന്ന, രോഗികളെ സുഖപ്പെടുത്തിയ, മരിച്ചവനെ ഉയർപ്പിച്ച നീ എന്തേ ഈ ക്രൂശിൽ മരിക്കുന്നു? നിനക്കെന്തേ വിടുതലില്ല? നിനക്കെന്തേ പുറത്തു വരാൻ വയ്യ? അർത്ഥമറിഞ്ഞേ പോകാവൂ. അണലി കടിച്ചു കുടയുമ്പോഴേ വാഗ്ദത്തം കൂടെയുള്ളത് കൊണ്ട് മരിക്കാതെ രക്ഷപ്പെട്ടതുപോലെ, അല്ലെങ്കിൽ നീ സൗഖ്യമാക്കിയ നൂറുകണക്കിന് ആളുകൾക്ക് സംഭവിച്ച അനുഭവം പോലെ നിനക്കെന്തേ ക്രൂസിൽ നിന്ന് വിടുതലില്ല? ഒറ്റ കാരണം, ഇവിടെ ഒരു വാക്സിൻ രൂപപ്പെടുകയാണ്, ഇവിടെ ഒരു ദിവ്യൌഷധം രൂപപ്പെടുകയാണ്. ലോകത്താർക്കും ഉണ്ടാക്കാൻ കഴിയാത്ത പരിശുദ്ധമായ ഒരു ഔഷധം രൂപപ്പെടുക. കാൽവരിയുടെ കൊലമരത്തിൽ നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. മുഴുവനുശരാശിക്കും രക്ഷയും സാന്ത്വനവും സന്തോഷവും വിടുതലും രോഗശാന്തിയും ലഭിക്കാൻ ഗിലെയാദിലെ പരമവൈദ്യൻ സ്വയം യാഗമായി തീരുകയാണ്. ആ യാഗകർത്തവ്യത്തിൽ ഹൃദയംഗമായി ആരും വിശ്വസിക്കും? അവർക്കുണ്ട് വാഗ്ദത്തം, അവർക്കുണ്ട് സൗഖ്യം, അവർക്കുണ്ട് സാന്ത്വനം. കണ്ണുകളടച്ചാട്ടെ, പ്രാർത്ഥിക്കാൻ തയ്യാറാട്ടെ, ദൈവസന്നിധിയിൽ ഒരു വേള സമർപ്പിച്ചാട്ടെ. കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതാ ജീവൽ പ്രതിസന്ധികൾ വേട്ടയാടുന്നു. കരകയറാനാവാത്ത അവസ്ഥയിൽ കടലിളകുന്നു. ക്രൂശിൽ പിടയുന്ന യേശുവിൻ്റെ അന്ത്യനിമിഷങ്ങൾക്ക് യോഹന്നാൻ സാക്ഷ്യം വഹിക്കും പോലെ
അണലി കടിച്ചു കുടയുന്ന രംഗത്ത് നാട്ടുകാർ കൂക്കി വിളിക്കും പോലെ പരിഹാസ്യമായി തീരുന്ന ജീവിതത്തിൻ്റെ ദുരിതങ്ങളുടെ നടുവിൽ ആർക്ക് പൊരുൾ തിരിച്ചറിയാൻ പറ്റും? ക്രൂശിൻ്റെ പൊരുൾ, അല്ലെങ്കിൽ പ്രവചനത്തിൻ്റെ പൊരുൾ, വാഗ്ദത്തത്തിൻ്റെ പൊരുൾ. ആ വാഗ്ദത്തവുമായി എന്നെ ഒന്ന് സ്പർശിക്കണമേ, എൻ്റെ കുടുംബത്തെ തൊടണമേ, എൻ്റെ അനുജനെ, എൻ്റെ സഹോദരനെ, എൻ്റെ ഭർത്താവിനെ, എൻ്റെ ഭാര്യ, എൻ്റെ കുഞ്ഞിനെ. യു നീഡ് ടു ടച്ച്. നീ ഒന്ന് സ്പർശിക്കണമേ. സാന്ത്വനം പകരുന്ന, സുഖം പകരുന്ന ആ കരം നീട്ടി എന്നെ ഒന്ന് തൊടണമേ. ആർക്കാഗ്രഹമുണ്ട് പ്രാർത്ഥനയിലൂടെ ഒരു വിടുതലിന് വേണ്ടി? ആഭിചാര കർമ്മങ്ങളുടെ, ജീവിത നിരാശകളുടെ, പരാജയത്തിൻ്റെ പരമ്പരയിൽ ആടുവിലയുന്ന കപ്പൽ പോലെ ജീവിതം കൊണ്ടു നടക്കുന്ന ഒരാളെയെങ്കിലും വചനം തൊട്ടെങ്കിൽ അവർ മാത്രം കരമുയർത്തി പ്രാർത്ഥന ആവശ്യപ്പെട്ടാട്ടെ. ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം? കരമുയർത്തുന്ന പ്രിയപ്പെട്ടവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു യൗവനക്കാരൻ കരമുയർത്തുന്നു, ഒരു പ്രിയപ്പെട്ടവർ കരമുയർത്താൻ അമ്മ കരമുയർത്തുന്നു. ആരുണ്ട് ആടുവിലയുന്ന ഈ കപ്പലിൽ? എനിക്കൊരാശ്വാസം, എനിക്കൊരു വിടുതൽ. കരങ്ങളെ താഴ്ത്തിയിടാൻ പുതുതായിട്ട് ആരുണ്ട്? ദൂരത്ത് ഈ വചനം കേൾക്കുന്ന നടുവിൽ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമേ, ഒരു വിടുതൽ കിട്ടാൻ പ്രാർത്ഥിക്കണമേ. സന്തോഷമില്ല, ആനന്ദമില്ല, എവിടെയോ നഷ്ടപ്പെട്ടു പോയി എൻ്റെ സ്വസ്ഥത. എനിക്ക് ഈ അണലിയെ കുടഞ്ഞു കളയണം, എനിക്ക് കരുത്ത് കാട്ടണം, എനിക്ക് നിൻ്റെ സാക്ഷ്യം വഹിക്കണം. വേറെ ആർക്കാഗ്രഹമുണ്ട്? അവർക്ക് കരമുയർത്താം. യേശുവിനോട് ചേർന്ന് ആ ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ആശ്വാസത്തെ പ്രാപിപ്പാൻ ഇനിയും ആരുണ്ട്? ചിലർ കൂടി കരമുയർത്തുന്നു. യേശു നിങ്ങളെ തൊടട്ടെ, യേശു നിങ്ങളെ സൗഖ്യമാക്കട്ടെ, യേശു നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. വഴിയോരത്ത് ഞങ്ങളുടെ ദൃഷ്ടിയിൽ പെടാതെ ഒരാളെങ്കിലും നിൽപ്പുണ്ടോ? നിങ്ങൾക്കും ഞങ്ങൾ കാണാത്ത ആ ഘട്ടത്തിൽ പോലും നസ്രായനെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് കരമുയർത്താം. ഞാനൊരു വേള പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനെ, കേട്ട വചനം വിശ്വാസമായി പരിണമിക്കത്തക്ക വിധത്തിൽ ഈ രാത്രി കരമുയർത്തിയ ജീവിതങ്ങളെ, സമർപ്പണം ചെയ്ത ജീവിതങ്ങളെ ഇരട്ടിയായി മാനിച്ചനുഗ്രഹിക്കാൻ യേശുക്രിസ്തുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അടുത്ത ദിനവും അങ്ങയുടെ വൃത്തൻ വരും. അഭിഷേകം ചെയ്യപ്പെട്ട ദൂതോടെ പ്രസംഗിപ്പാൻ പുതുബലവും പുതുശക്തിയും കൊടുക്കണം. കർത്താവെ, ആടിയുലയുന്ന ഈ പടകിനുള്ളിൽ തിരുസാന്നിധ്യം വിടുതലാക്കണം. അവിടുത്തെ കരങ്ങളേൽപ്പിക്കുന്നു. പ്രാർത്ഥന ഇട്ടുണ്ട്. സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ.